ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വെമ്പൽ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന മറ്റൊരു വെബിനാറിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്നിവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ കൗൺസിലിംഗ് പ്രോസസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ സൈക്കോ തെറാപ്പികളുടെ ഒരു സെഷനാണ് നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ കുറച്ച് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം, പഠിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് കൗൺസിലിംഗ് പ്രോസസ്സിനെ നിർണയിക്കുന്ന, അതിലേക്ക് നയിക്കുന്ന, അതിനെ മാനദണ്ഡമാക്കുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡിസ്കഷൻസ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അത് അറിയാനും പഠിക്കാനും ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കൗൺസിലിംഗ് അതല്ലെങ്കിൽ സൈക്കോളജി എന്നൊക്കെ പറയുന്ന മേഖല വളരെയധികം അനിവാര്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടത്തെ കാലത്ത് ലിസണിങ്, കേൾക്കാൻ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു, അല്ലെ? ഒത്തിരി ആളുകൾ കേൾക്കാനായിട്ട് സന്നദ്ധരായിട്ടുള്ള, നമുക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും ഒക്കെ നമുക്ക് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പറയാൻ ആളുകളില്ല, കേൾക്കാൻ ആളുകൾക്ക് സമയമില്ല. അപ്പൊ അതുകൊണ്ടാണ് ലിസണിങ് ഹബ്ബുകൾ ഒക്കെ പല സ്ഥലങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിസണിങ് ഹബ്ബുകൾ, അതല്ലെങ്കിൽ നമുക്ക് ആളുകളെ കിട്ടും വാടകക്ക്, നമ്മൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം ഉള്ള ആളുകളെ നമുക്ക് ഇന്ന് ഇന്റർനെറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിറ്റികളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കൗൺസിലിങ്ങിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കൗൺസിലിംഗിലേക്ക്, ആ കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ സ്കില്ലുകൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരണം, അതിലേക്ക് നമ്മൾ എത്തണം. ആ കൗൺസിലിങ്ങിന്റെ മനോഹരമായിട്ടുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മളെ ഇറങ്ങിത്തിരിക്കാൻ പാകത്തിലേക്ക് നമ്മളെ പരുവപ്പെടുത്തണം. നമ്മളിങ്ങനെയാണ് എന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ഒരു കൗൺസിലിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആ കൗൺസിലിംഗ് പ്രോസസ്സ് മനോഹരമായിട്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അതിലേക്ക് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളിൽ വരുത്തേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെ ആദ്യം നവീകരിക്കുകയും നമ്മളെ ആദ്യം സംസ്കരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള റിസൾട്ട് രൂപപ്പെടുത്താൻ പറ്റുക. സൈക്കോ തെറാപ്പിയിൽ നമ്മൾ എപ്പോഴും പറയും, ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ഒരു തെറാപ്പിയിലൂടെ ആദ്യം പോകണം എന്ന് പറയും. തെറാപ്യൂട്ടിക് അപ്രോച്ചുകൾ ചിലപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് ഒരു തെറാപ്പി നമുക്ക് കൊടുക്കുമ്പോൾ മനോഹരമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കുക. അപ്പൊ ഇതേപോലെ കൗൺസിലിങ്ങിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളിൽ കുറെ മാറ്റങ്ങൾ ചിലപ്പോൾ വരുത്തേണ്ടി വരും. ആ മാറ്റങ്ങൾ നമ്മൾ സെൽഫ് അനാലിസിസിലൂടെ നമ്മൾ കണ്ടെത്തുക, നമ്മളെ നിരന്തരം മാറ്റിക്കൊണ്ടേയിരിക്കുക, നമ്മളുടെ അറിവുകൾ നവീകരിക്കുക. അങ്ങനെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. ഒരുപാട് കൗൺസിലർമാരുണ്ട്, ബട്ട് എന്തിന് നമ്മളുടെ അടുത്തേക്ക് വരണം? അതൊരു ചോദ്യമാണല്ലോ. ഒത്തിരി കൗൺസിലർമാരുണ്ട്, ഒത്തിരി സൈക്കോളജിസ്റ്റുകളുണ്ട്, എന്തിന് ആളുകൾ എൻ്റെ അടുത്തേക്ക് വരണം? അല്ലെങ്കിൽ അവരെന്തിന് എന്നെ ചൂസ് ചെയ്യണം? അപ്പോൾ എന്നിൽ എന്തോ ഉണ്ട്, എൻ്റെ ഒരു കൗൺസിലിങ്ങിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എൻ്റെ ഒരു സമീപനത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ സാന്നിധ്യത്തിലോ എൻ്റെ വാക്കുകൾക്കോ എൻ്റെ മറ്റു ഇടപെടലുകൾക്കോ എന്തോ ഒരു പ്രത്യേകതയുള്ളതായിട്ട് കൗൺസിലി അനുഭവിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അവർക്ക് പിന്നീട് വരാൻ തോന്നുക. അപ്പൊ അങ്ങനെ നമ്മളിൽ ഒരു മാറ്റം രൂപപ്പെടുത്തുകയും കൗൺസിലിംഗ് പ്രോസസ്സിലൂടെ അതിന്റെ എത്തിക്സിലൂടെ തന്നെ കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതിന് ഇത്തരം വേദികൾ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ. നിരന്തരം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. കൗൺസിലിംഗ് പ്രോസസ്സുകളിലും അതേപോലെ തന്നെ സൈക്കോളജി മേഖലയിൽ വ്യത്യസ്തമായിട്ടുള്ള
ഡിസോർഡറുകളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് അതിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള നിസാബ് അഹമ്മദ് കുട്ടി സാറാണ്. നമ്മൾ അക്കാദമിയിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റുമാണ്. നിസാബ് സാറിന്റെ കീഴിലുള്ള CBTയുടെ 14ാമത്തെ ബാച്ച് 5 days വർക്ക്ഷോപ്പ് നമ്മൾ അടുത്ത ആഴ്ചകളിലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. താല്പര്യപ്പെടുന്നവർക്ക് പങ്കെടുക്കാം. അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിസാബ് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. Thank you, sir. Hello, good evening. Good evening, sir. Good evening, sir. Okay. Good evening, sir. Good evening. എന്താണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. നമ്മള് സാധാരണയായിട്ടൊരു തെറാപ്യൂട്ടിക് അപ്രോച്ചിന് സാധാരണ തെറാപ്പികളാണ് നമ്മൾ സാധാരണ എല്ലാ വീക്കെൻഡിലും പോവാറ്. പക്ഷെ നമ്മൾ ഈ അക്കാദമിയിൽ തന്നെ കൗൺസിലിംഗ് സെഷനുമായിട്ട് ഒരുപാട് സെഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് സ്കില്ലുകൾ കേൾക്കുക, നിരന്തരമായിട്ട് കേൾക്കുക, നമുക്കൊരു എന്താണ് ഇറിറ്റേറ്റഡ് ആവും. എങ്കിൽ പോലും എന്താണ് ഇത് സാധാരണ സ്കില്ലല്ല. സാധാരണ നമ്മൾ ഈ ഒരു അധ്യായം, ഈ ഒരു ടോപ്പിക് ഇതുവരെ നമ്മൾ എവിടെയും എടുത്തിട്ടില്ല, ഈ ഒരു അക്കാദമിയിൽ നമ്മൾ എടുത്തിട്ടില്ല. കാരണം നമ്മൾ കൗൺസിലിംഗ് സ്കില്ലിനെ പറ്റി ഒരുപാട് തവണ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഡീപ്പസ്റ്റ് ആയിട്ട് കുറച്ചുകൂടി എന്തൊക്കെയാണ് നമുക്ക് അതിൽ കൂടെ ചില ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടായത് പേഴ്സണലായിട്ട് ചോദിച്ചു. സാറ് പറഞ്ഞതുപോലെ അത് സംബന്ധിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വിഷയമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്യാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം, കുറച്ച് ഇന്ററാക്റ്റീവ് ആവുക. അപ്പോൾ നമുക്ക് ഡിസ്കഷൻ ഫൈനൽ ലാസ്റ്റിലേക്ക് ആക്കാം. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് സെഷനിൽ നമുക്ക് സാധാരണമായിട്ട് കേൾക്കുന്നത് പോലെ, അറിയുന്നത് പോലെ ഒരുപാട് ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ട്. ഒരു ക്ലയന്റും അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആക്റ്റീവ് ലിസണിങ് കേൾക്കുക അത് നല്ലൊരു സ്കില്ലാണ്. അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, മനോഹരമായിട്ട് നമ്മൾ സംസാരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകും. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു കൗൺസിലിംഗിൽ ചിലപ്പോൾ ഒരു ക്ലയന്റ് നമ്മുടെ മുമ്പിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ചിലപ്പോൾ ചിലത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ കൗൺസിലിംഗിന്റെ പ്രോസസ്സിങ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ അതിൽ ചിലപ്പോൾ ക്ലയന്റിങ് ചിലപ്പോൾ മോട്ടിവേറ്റഡ് ആയിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കില്ല, ചില ആളുകൾ നല്ല കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതായിരിക്കരുത് നമ്മളെ ഒരു സെഷൻ എന്ന് പറയുന്നത്. അതായത് സാധാരണ നമ്മൾ പറയുന്നത് ഡൈനാമിക് പ്രോസസ്സിംഗ് ആണ്. നമ്മൾ ഓരോ വാക്കിലും എന്താണ് ചേഞ്ചസിന്റെ പാറ്റേണുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഓരോ നിമിഷങ്ങളും നമ്മൾ ക്ലയന്റിനോട് എന്താണ് സംസാരിക്കുന്നത് ആ രീതിയിലായിരിക്കണം നമ്മുടെ ആ ഒരു പ്രോസസ്സിംഗ് ഡൈനാമിക് മാറ്റങ്ങൾ വരുത്തേണ്ടത്. അതിന് ഒരുപാട് റീസൺ, ചിലപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചില ക്ലയന്റിന് പെട്ടെന്ന് എഫക്റ്റീവ് ആവും. ചില ക്ലയന്റിനാണ് തീരെ എത്ര പറഞ്ഞാലും ചിലപ്പോൾ നമ്മളോട് കോപ്പറേറ്റീവ് ആവില്ല, എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ല. ചിലപ്പോൾ ചില പല ആളുകൾ നിർബന്ധത്തിന് വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ എന്താണ് നമ്മൾ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആ ഒരു ക്ലയന്റിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവണം, എന്തൊക്കെയാണ് ഒരു സെഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് പൂർണ്ണമായിട്ടും കൊണ്ടുവരാത്തത് കൊണ്ടാണ് ഇങ്ങനെയായിട്ടുള്ള നമുക്ക് ചില പ്രയാസങ്ങൾ വരുന്നത്. ആ ക്ലയന്റിന് എന്താണ് കൊടുക്കുക, ആ സമയത്തിന് എന്താണ് അവർക്ക് പറയാൻ പറ്റാത്തത്, അതൊക്കെ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടായി വരും. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടാണ്. അല്ലാണ്ട് കൗൺസിലിംഗിന്റെ പ്രോസസ്സിംഗിന്റെ പോലെ പഴയതുപോലെ നമ്മൾ സ്കില്ലിന് കൂടുതലായിട്ട് ഡിസ്കഷൻ പോകില്ല. പ്രധാനമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം. അപ്പോ അതുമായിട്ട് ഈ പറഞ്ഞത് തന്നെയാണ് പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഫാക്ടേഴ്സ് ആണ് ഫിസിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് കോണ്ടെക്സ്റ്റൽ ഫാക്ടേഴ്സ് ആൻഡ് പ്രോസസ്സിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അതേപോലെ ക്ലയന്റ് ഫാക്ടേഴ്സ് ആൻഡ് തെറാപ്പീസ് ആൻഡ് കൗൺസിലിംഗ് ഫാക്ടേഴ്സ്. ഈ ഒരു 4 കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഫിസിക്കൽ ഫാക്ടേഴ്സിൽ പോകുന്ന സമയത്ത് പിന്നെ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന ഒരു രഹസ്യ സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം ആ ഒരു ക്ലയന്റിന്റെ രഹസ്യം, അയാൾ നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അയാൾ സംസാരിച്ചിട്ടുള്ളത്, അതൊക്കെ എന്താണ് നമുക്കൊരു രഹസ്യ സ്വഭാവം, നമ്മൾ എന്താണ് വളരെയധികം വളരെ ഇമ്പോർട്ടന്റ് അതിന് കൊടുത്തിട്ട്
ആ ഒരു കേസ് അയാൾ പറഞ്ഞ കാര്യം മറ്റുള്ള ആളുകൾ ഷെയർ ചെയ്യാതെ, ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് പറയാതെ, വളരെ അയാൾക്കൊരു ആ ക്ലയന്റിന് വിശ്വാസത ഉള്ള രീതിയിൽ ട്രസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഒരു പെരുമാറ്റം. ഈ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത് ഒരു പ്ലേസ് തന്നെയാണ് നമുക്ക്. കാരണം ഒരു ഉദാഹരണം, ഒരു മാളിൽ നിങ്ങൾ ഒരു ക്ലിനിക്ക് തുടങ്ങിയെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ നിങ്ങൾ ഒരു ക്ലിനിക്ക് തുടങ്ങിയെന്ന് വിചാരിക്കുക. അങ്ങനത്തെ കൗൺസിൽ സെല്ലറുകളൊന്നും ഇങ്ങനെയുള്ള ആളുകൾ വരില്ല, ക്ലയന്റ് വരില്ല. ഒരു തവണ വന്നാൽ തന്നെ അവരുടെ ശ്രദ്ധ എന്താണ്, എന്നെ ആരെങ്കിലും പുറത്തുനിന്ന് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, ഇതൊന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും നമ്മൾ ഇപ്പൊ ആ സമയത്ത് നമ്മൾ എത്ര എക്സ്പേർട്ട് ഉള്ള ഒരു കൗൺസിലർ ആണെങ്കിൽ പോലും ഇങ്ങനെ വരുന്ന ക്ലയന്റ്, പ്രത്യേകിച്ച് ഈ വില്ലേജ്, അതായത് നാടൻ പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ ഇങ്ങനത്തെ ഇവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഇപ്പൊ ആരും അറിയാതെ കൗൺസിലിംഗ് വരുന്നവരായിരിക്കും. അപ്പൊ ആ ഒരു കംഫർട്ട് സീറ്റബിൾ, അതായത് നല്ലൊരു പ്ലേസ് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഒന്ന് ഒഴിഞ്ഞ സ്ഥലം, ആളുകളും ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയിൽ നമ്മൾ പ്രധാനമായിട്ട് ഒരു ക്ലിനിക്ക് ഉണ്ടാക്കുക. നല്ലൊരു സേഫ് സോണിൽ ഒരു ക്ലയന്റ് വന്നാൽ അവർ ആ രീതിയിൽ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് കംഫർട്ട് സീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നു, ഒരു വലിയൊരു മേശ അപ്പുറത്ത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു, ക്ലയന്റ് അവിടെ ഇരിക്കുന്നു. അതൊരിക്കലും നമ്മളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റില്ല. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നു, കേൾക്കുന്നു, അതിനപ്പുറം നമ്മൾ റാപ്പോ ബിൽഡപ്പ് അവിടെ നടക്കില്ല. ഇപ്പൊ നിങ്ങൾ യൂറോപ്പിലൊക്കെ കാണാറില്ലേ, ഈ ഒരു കൗൺസിലിംഗ് സെഷനിലൊക്കെ ചെറിയൊരു ടീ ടേബിളോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ടേബിളുകൾ മാത്രം, രണ്ടുപേരും അടുത്തടുത്തായിരിക്കും അവര് കൗൺസിലിംഗ് സെഷൻ നടത്തുന്നത്. അല്ലെങ്കിൽ അവർ നോർമലായിട്ട് സംസാരിക്കുന്നത് തന്നെ വളരെ അടുത്തിരുന്നിട്ടായിരിക്കും. അപ്പൊ ആ രീതി ഒരു 90s ഈ ഒരു മീറ്റർ, അതായത് 90 അറൗണ്ട് ആ ഒരു ചെറിയൊരു ടേബിള് നമ്മൾ ക്ലയന്റിന് പോലെ നമ്മൾ എപ്പോഴും സംസാരിച്ചാൽ ആ ബ്രീത്തിങ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു എക്സ്പ്രഷൻ കിട്ടുന്ന രീതിയിൽ ഏറ്റവും അടുത്തായിരിക്കണം. ഏകദേശം ഒരു 90 മീറ്റർ അല്ലെങ്കിൽ 90 സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് പോലെ അറൗണ്ട് ചെറിയ ആ ഒരു രീതിയിൽ വരുന്ന രീതിയിലായിരിക്കണം. പിന്നെ അതേപോലെ തന്നെയാണ് ഒരു പ്രൈവസി. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് ഒരു കൗൺസിലിംഗ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇവരോട് കൂടുതലായി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയിലായിരിക്കരുത് നമ്മളെ ഈ ഒരു കൗൺസിലിംഗ് സെഷൻ പോകേണ്ടത്. അത് മാത്രമല്ല, ആ സമയത്ത് നമ്മൾ കൗൺസിലിംഗ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഒരു കൗൺസിലിംഗ് സെഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു റൂമിന്റെ ഡോർ അടച്ചു വെക്കുക. എന്നിട്ട് പുറത്തേക്ക് വേണമെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കറൊക്കെ വെക്കാം. അത് മാത്രമല്ല, പ്രധാനമായിട്ട് നമുക്ക് ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ വരും. ആ സമയത്ത് മാക്സിമം നമ്മുടെ ഫോണുകൾ സൈലന്റ് ആക്കി വെക്കുക. ആ കൗൺസിൽ 1 മണിക്കൂറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് മാക്സിമം അവരുടെ കൂടെ അവരെ ആ 1 മണിക്കൂർ അവർ നമുക്ക് സ്പേസ് കൊടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്പേസ് നമ്മൾ തിരിച്ചും അങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കൗൺസിലിംഗ് പോകേണ്ടത്. ഇനി അതേപോലെ സീറ്റ് അറേഞ്ച്മെന്റിൽ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ വലിയ ടേബിൾസ് ഒന്നും പാടില്ല. പിന്നെ അടുത്തടുത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം. ഒരു 90 ഡിഗ്രി ആ റൗണ്ടിൽ വരുന്ന കാര്യങ്ങൾ ടേബിളും കാര്യങ്ങളും വെക്കുക. പിന്നെ അതേ മാക്സിമം നമുക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു ലുക്കൊക്കെ ഉണ്ടാവും. കൗൺസിലർ ആണ്, മാക്സിമം നമുക്ക് ചെയർ അവിടെ തന്നിട്ടുള്ളത് അതേപോലെ ചെയർ ക്ലയന്റിനും ഇരിക്കാൻ പറ്റുന്ന ഒരു ചെയർ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വലിയ ചെയർ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സാധാരണ നോർമൽ ആയിട്ടുള്ള ആ രീതിയിൽ കാണാതെ ഒരേ ഈക്വാലിറ്റി നമ്മൾ അവിടെ കാണിക്കും. കാരണം ഇതൊക്കെ ഒരു കൗൺസിലിംഗ് സെഷനെ ബാധിക്കുന്ന, കാരണം ക്ലയന്റിന് ഇതൊക്കെ ശ്രദ്ധിക്കും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ക്ലയന്റ് അവർക്ക് ഇവിടെ വരുന്ന ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കും. ഇതൊക്കെ റാപ്പോ ബിൽഡപ്പിന് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ക്ലയന്റിന്റെ ചേഞ്ച് വരുത്തുന്ന കാര്യങ്ങൾ. അതായത് ഈ ക്ലയന്റ് എവിടെ നിന്നാണ് വരുന്നത്, ഏതൊരു കൾച്ചറിൽ നിന്നാണ് വരുന്നത്, കാരണം അവരുടെ സിറ്റുവേഷൻ നമ്മൾ നോക്കണം. പിന്നെ അതേപോലെ തന്നെ അവർ ഏത് മേഖലയിലാണ് വരുന്നത്, സാധാരണ കുടുംബത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റി പോലെ ഹൈ സിറ്റിയിൽ നിന്ന് ആളുകൾ വരുന്നവരാണോ, ആ ഒരു രീതിയിലൊക്കെ നമ്മൾ അവരെ കാര്യമായിട്ട് അവർക്ക് പരിഗണന കൊടുക്കുക. കാരണം അല്ലാണ്ട് നമ്മൾ ചില ആളുകൾ കാണാറുണ്ട്, മുതിർന്ന ആള് ചിലപ്പോൾ നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഉണ്ടാവും. പിന്നെ ചിലപ്പോ ആ സിറ്റിയിൽ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ അറിയുള്ള ഒരാൾ പൊളിറ്റീഷ്യൻ വന്നു കഴിഞ്ഞ് വിചാരിക്കുക. ആ സമയത്ത് ഒരു സാധാരണക്കാരന്റെ മുമ്പിൽ നമ്മൾ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ മറ്റേ ആള് നമ്മളെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെ തൽക്കാലം പറഞ്ഞു വിട്ടിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അപ്പൊ അതൊന്നും പാടില്ല. നമ്മൾ വരുന്ന ക്ലയന്റ് ഏതായാലും ഒരേ രീതിയിൽ അവരെ കാണുന്ന ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാകും, പാവപ്പെട്ടവനായാലും പണക്കാരനായാലും.
കാരണം അവര് നമ്മുടെ മുമ്പിൽ വരുന്നത് നമ്മളെ സഹായം തേടാനാണ്. അല്ലാതെ എന്താണ് അവിടെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റേ കൊണ്ട് നേടാനുണ്ടാവും. എങ്കിൽ പോലും എന്താണ് ഇയാൾക്കുള്ള പരിഗണന ഇയാൾക്ക് കൊടുക്കുക, അയാൾക്കുള്ള പരിഗണന കൊടുക്കുക. ഒരേ രീതിയിലാവണം എന്ന് മാത്രം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സിറ്റിംഗ്സിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അറേഞ്ച്മെന്റ് സിറ്റിംഗിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്കുകൾ ഉണ്ട്. സോളാർ ടെക്നിക്ക് എന്നാണ് അതിൽ പറയുക. ഇതിപ്പോ നോർമലായിട്ട് നമ്മൾ ഒരാളെ കേൾക്കാനിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ, അല്ലെങ്കിൽ പുറത്തൊരാളെ നമ്മുടെ മുമ്പിൽ സംസാരിക്കാൻ ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ എസ് എന്നത് ഫേസ് ടു ഫേസ് സംസാരിക്കുക എന്നതാണ്. ക്ലയന്റിന്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുക എന്നുള്ളത്. അതായത് വി ഷുഡ് പോസ്റ്റർ ഓഫ് ഇൻവോൾവ്മെന്റ്. കാരണം ആ ഒരു ഇൻവോൾവ്മെന്റ് ക്ലയന്റിന്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കുക എന്നല്ല, എങ്കിൽ പോലും നമ്മുടെ ആ ഒരു എക്സ്പ്രഷന് പൂർണ്ണമായിട്ട് എന്താണ് നമ്മൾ അയാൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് അയാളെ ഫേസ് നോക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ. ചിലപ്പോൾ സമയത്ത് നമ്മൾ MSc റിപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ടാവും, എഴുതുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എന്താണ് ചോദിക്കുന്നത് ആ പറയുന്ന സമയത്ത് എന്താണ് ഫേസ് നേരെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുക, കാര്യങ്ങളൊക്കെ മുഖത്തേക്ക് നോക്കി തന്നെ ചോദിക്കുക. കാരണം അതെന്താണ് നമ്മളെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനും അയാൾക്ക് നമ്മോട് എന്താണ് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പറയാനും തോന്നും. SE എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് സംസാരിക്കുക എന്നുള്ള. പിന്നെ അതേപോലെ തന്നെയാണ് ഓപ്പൺ പോസ്റ്റർ, O എന്ന് പറയും. ഒരിക്കലും നമ്മൾ എന്താണ് നമുക്ക് എന്തായാലും ഏതൊരു കേസ് വന്നാലും നോർമലായിട്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ പോലും, എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ പുതിയൊരു ക്ലയന്റ് വന്നപ്പോൾ അയാൾ എന്താണ് പറയുക, ചെറിയൊരു ആങ്സൈറ്റി ലെവൽ ഉണ്ടാവും. ആ ആങ്സൈറ്റി ഫീൽ പൊതുവെ നിങ്ങൾ ഒരു കൗൺസിലർ അടുത്ത് പോയി കഴിഞ്ഞാൽ അറിയാം, അയാൾ കൗൺസിലർ കൈ കെട്ടിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോ നമ്മളിങ്ങനെ കൈ കെട്ടിയിരിക്കുന്നത് കാണില്ല. അപ്പൊ ആ കൈ കെട്ടിയിരിക്കാൻ ഒരിക്കലും അത് പാടില്ല എന്നുള്ള. കാരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആ ഒരു ക്ലയന്റ് ഇങ്ങനെ കൈ കെട്ടിയിരിക്കുന്നത് കണ്ടാൽ അയാൾക്ക് എന്താണ് ഇയാൾക്ക് പരമാവധി എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുള്ളതായി ക്ലയന്റിന് ഫീൽ ചെയ്യും. അപ്പൊ അതേപോലെ എന്താണ് ഈ കൈയൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് വേണമെങ്കിൽ ആ ടേബിളിന്റെ അടുത്ത് വെക്കുകയോ, ജസ്റ്റ് വേണമെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡബിൾ ലെവലുകൾ വേണമെങ്കിൽ നിൽക്കാം, ഇടയ്ക്ക് ഇങ്ങനെ ഒരു താടിക്ക് വേണമെങ്കിൽ കൈ കൊടുത്ത് നിൽക്കാം, ഒക്കെയുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ കാലുകൾ ഉണ്ടല്ലോ, രണ്ടും എന്താണ് ഈ ഒരു തറയിൽ പാമ്പ് പഴഞ്ഞു കിടക്കുന്നത് പോലെ നിൽക്കാതെ രണ്ടും എന്താണ് രണ്ട് കാലിന്റെ പാദങ്ങളും എന്താണ് ഒരു തറയിൽ ഇങ്ങനെ സ്പർശിക്കുന്ന രീതി, ഒരു റിലാക്സ് ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു റിലാക്സ് ആയിട്ട് എങ്ങനെ നിൽക്കും, നമ്മുടെ ശരീരം അതേപോലെ റിലാക്സ് ആക്കി ഈ ഒരു കാലും കൈയും ഓക്കെ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡി ഓക്കെയാണ്. കാല് കറക്റ്റ് ആയിട്ട് അവിടെ ഇവിടെ കാല് കയറ്റി വെച്ചതാണെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു റിലാക്സേഷൻ ഫീലിങ്സ് നമുക്ക് കിട്ടില്ല. കറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു പാദം, കാലിന്റെ അടിഭാഗം നിലത്ത് സ്പർശിക്കുന്ന നേരെ വെക്കുക, എന്നിട്ട് ക്ലയന്റിന്റെ മുമ്പിൽ കുറച്ച് അവരോട് ഫേസ് ടു ഫേസ് സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അതേപോലെ തന്നെ എൽ എന്ന് പറയുന്നത് ലീൻ സ്ലൈറ്റ്ലി ഫോർവേഡ്. അതായത് കുറച്ച് ക്ലയന്റ് സംസാരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ചൊന്ന് മുന്നോട്ട് ഇങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്തൊക്കെ പോയാൽ കാണാതെ ചില ഡോക്ടേഴ്സ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കുറച്ച് മുന്നോട്ട് ചെരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അല്ല നമ്മൾ കൗൺസിലർ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് നമ്മൾ മുന്നോട്ട് കുറച്ച് ചെരിഞ്ഞിരിക്കുന്നതായിട്ട്, അത് ഏറ്റവും നല്ല. കാരണം എന്താ പറയാ, അവരോട് നമ്മുടെ സ്നേഹവും നമ്മൾ എത്രത്തോളം ആക്ടിവിസം കാണിക്കാൻ ക്ലയന്റിന് ഒരു തോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചൊരു 90 ഡിഗ്രി ആ ഒരു രീതി, നമ്മുടെ ടേബിളിന്റെ വലുപ്പം എത്രയാണ് ജസ്റ്റ് ഒന്ന് കുനിഞ്ഞിരിക്കുന്നത് പോലെ അവരിലേക്ക് നമ്മൾ ചാഞ്ഞിരിക്കുന്ന. കാരണം എന്താണ് നമ്മൾ അവർ പറയുന്ന കാര്യത്തൊന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ എന്ന് പറയുന്നത് മാക്സിമം എന്താണ് നമ്മൾ കോണ്ടാക്ടുകൾ കോണ്ടാക്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ചിലപ്പോൾ കുട്ടികളുമായിട്ട് വരുന്ന കേസുകളാണെങ്കിൽ ചിലപ്പോൾ ക്ലയന്റ് ചിലപ്പോൾ കുട്ടിയാണെങ്കിൽ കുട്ടി ചിലപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ എടുത്ത് കളിക്കുകയായിരിക്കും. അപ്പൊ സംസാരിക്കുന്ന ഇവിടെ പാരന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ കണ്ണുകൾ ചിലപ്പോൾ ഒന്ന് കുട്ടിയിലേക്ക് ഒബ്സർവ് ചെയ്യണമല്ലോ, കുട്ടി എന്താണ് അവിടെ കാണിക്കുന്നത് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എങ്കിൽ പോലും എന്താണ് മാക്സിമം നമ്മുടെ ക്ലയന്റ് ആരാണോ അവരുടെ മുഖത്ത് കോണ്ടാക്ട് മാക്സിമം അവരെ കണ്ണിൽ നോക്കി സംസാരിക്കുക, മുഖത്തേക്ക് സംസാരിക്കുക, കുറച്ച് ചെരിഞ്ഞിരിക്കുക, കാലുകളും കൈകളും ഒക്കെ എന്താണ് നോർമൽ റിലാക്സ് ആക്കി വിടുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ആർ എന്ന് പറയുന്നത് റിലാക്സ്, നാച്ചുറൽ ആയിട്ട് എന്താണ് കാരണം അവര് പറയുന്ന സമയത്ത് പിന്നെ ഈ പണ്ട് ഒരു ഇന്നസെന്റ് പറഞ്ഞതുപോലെ കേട്ടിട്ടുണ്ട്, ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ ഒരു രീതി അഭിനയിക്കാതെ നോർമൽ ആയിട്ട് നമ്മൾ ഒരു കുടുംബത്തിൽ നമ്മുടെ മകള് അല്ലെ മകൻ നമ്മളോട് സംസാരിക്കുന്നത് പോലെ, അല്ല നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് സംസാരിക്കുന്നത് പോലെ നാച്ചുറൽ ആയിട്ട് കൂളായിട്ട് അവരൊക്കെ. കാരണം അവര് പൂർണ്ണമായിട്ട് കാരണം അഭിനയിച്ച് കാരണം ഞാനൊരു കൗൺസിലർ ആണ്, ഒരു തെറാപ്പിസ്റ്റ് ആണ്, ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ആക്ടിംഗ് ഒക്കെ തുടക്കത്തിൽ വേണം ഞാനൊരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ട് ആ ഒരു തോട്ടൊക്കെ വരും നമുക്ക്. എങ്കിൽ പോലും എന്താണ്
മാക്സിമം അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ നോർമൽ ആയിട്ട് ഒരു സാധാരണക്കാരന്റെ മുമ്പിൽ ഇരിക്കുന്നു. കാരണം നമ്മളിത് വളരെ ഹൈ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണെങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ വരുന്നത് ഒരുപാട് സങ്കടങ്ങൾ വരാനുള്ള എന്ത് പ്രശ്നമാണ് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ വയലന്റ് ആയിട്ട് വന്ന ആളുകളായിരിക്കും, ചിലപ്പോൾ എന്താണ് പല ആങ്സൈറ്റി ഉള്ള ആളായിരിക്കും. എങ്കിൽ പോലും എന്താ മാക്സിമം എന്താണ് ഈ ഒരു സോളാർ ടെക്നിക്ക് ഒരു കൗൺസിലിംഗ് സെക്ഷനിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആവും എന്ന്, വളരെ ടെക്നിക്കലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സോളാർ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫസ്റ്റ് എസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ് ആണ് അത്. യെസ് എന്ന് പറഞ്ഞപ്പോ പൂർണ്ണമായിട്ടും എന്താണ് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. പൂർണ്ണമായും മുഖത്തേക്ക് നോക്കി അവരെ ഫേസ് ടു ഫേസ് സംസാരിക്കുക, മുഖത്തേക്ക് നോക്കി സംസാരിക്കുക. പല സാഹചര്യങ്ങൾ ഉണ്ടാവും, ആ സിറ്റുവേഷൻ അയാൾ പറയുന്ന സമയത്ത് അയാൾ കരച്ചിൽ നമുക്ക് എംപതറ്റിക്കലായിട്ട് ആ ഒരു ഫീലിങ്സ് ഉണ്ടാവും. ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മുഖത്ത് നിന്ന് കണ്ണെടുത്ത് മാറ്റേണ്ടി വരും. കുറെ മാക്സിമം എന്താണ് അവരുടെ മുഖത്തേക്ക് നോക്കി നമ്മൾ സംസാരിക്കുക എന്നുള്ളത്. കാരണം എന്താ അറിയോ, നമ്മുടെ ആ മുഖത്തേക്ക് നോക്കുന്ന ആ ഒരു കോൺഫിഡൻസ് ലെവൽ ക്ലയന്റിന് വരണം. കാരണം ആ കോൺഫിഡൻസ് ലെവൽ നമ്മൾ അവരോട് കാണിക്കുമ്പോൾ എന്താണ് അവർക്ക് അവരുടെ കാര്യങ്ങൾ ഒന്നുകൂടി ഓപ്പൺ അപ്പ് ആയിട്ട് നമ്മളോട് സംസാരിക്കാൻ തോന്നും. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവിടെ രണ്ടുപേര് കൂട്ടത്തിൽ നല്ലൊരു കൊളാബറേറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് എസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. മാക്സിമം എന്താണ് ആ ക്ലയന്റിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ സർ, അടുപ്പിച്ചിപ്പോ ഒരേ കേസസ് വരുമ്പോ നമുക്ക് കേട്ടതന്നെ കേൾക്കുന്ന മാതിരി തോന്നുമ്പോ നമ്മളത് മുഖത്ത് ഭാവിക്കരുത് എന്നാണ് ഇപ്പൊ സാർ പറഞ്ഞത്. അതെ. അവര് പിന്നെ ഇങ്ങനെ നമുക്ക് ചിലപ്പോ പറഞ്ഞു തന്നെ ഒരു സെഷൻ കഴിഞ്ഞു പോയി, രണ്ടാം സെഷന് വരുന്ന സമയത്ത് എന്താണ് അവര് റിപ്പീറ്റഡ് ആയിട്ട് ഈ കാര്യങ്ങൾ തന്നെ പറയാം. പക്ഷെ ആ റിപ്പീറ്റഡ് ആയി പറയുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ ഒരു കാര്യം അവരോട് പറയണം. കഴിഞ്ഞ സെഷനിൽ കഴിഞ്ഞ ആഴ്ച ഒരു സെഷൻ നമ്മൾ കഴിഞ്ഞല്ലോ, അന്ന് നിങ്ങൾ എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ച് പോയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ എന്താണ് അവർക്ക് മുമ്പ് കഴിഞ്ഞുള്ള കുറച്ച് ഇപ്പൊ ഓർമ്മയിൽ കുറെ ഉണ്ടാവും പറയാൻ പറ്റാത്തത്. അപ്പൊ എന്താണ് പറഞ്ഞത് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ അവർ കഴിയും. ഏതൊരു സെഷന് നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിലും ഇപ്പൊ CBTയിൽ ഏറ്റവും ഒരു ടൂൾസ് ആണ് ഈ ഒരു സോക്രാറ്റിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ സാധാരണ ഒരു ക്ലയന്റ് ഒരു സെഷൻ നിങ്ങൾ ഏത് സെഷൻ ആയിരിക്കും തുടക്കത്തിൽ ഫസ്റ്റ് സെഷൻ ഒഴിച്ച് സെക്കൻഡ് സെഷൻ നിങ്ങൾ ആരംഭിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ആ സെഷനിൽ എന്താണ് എന്തെങ്കിലും നിങ്ങൾ പറയാൻ ബാക്കി വെച്ചിട്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവരെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ അറിഞ്ഞിട്ടുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ ഒഴിവായി കിട്ടും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ചോദിക്കുന്നത് എന്താണ്? പറയും. അല്ലെങ്കിൽ അവര് പറഞ്ഞ കാര്യം നമ്മൾ ഒന്നുകൂടി പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ കുറച്ചുകൂടി അടുപ്പുണ്ടാവില്ലേ നമ്മളോട് സർ? അല്ല, നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം അയാൾ പറയാണ് എനിക്കിപ്പോ പറഞ്ഞത് തന്നെ നിലവിലുള്ളൂ എന്ന് പറയാണ്. അപ്പോ അതിൽ നിന്ന് പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവര് പറഞ്ഞിട്ടുള്ള പ്രയാസങ്ങൾ 1, 2, 3 ഉണ്ടാകും നോക്കുക. അതില് ഇപ്പൊ മൂന്നെണ്ണം പ്രയാസങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും ഡെയിലി ലൈഫിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏതാണ്? അതാണ് നമ്മൾ പ്രസന്റ് പ്രോബ്ലം ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഒരുപാട് പ്രശ്നം പറഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ ഒരു ജീവിത ശൈലിയിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്താണ്? അത് നമ്മൾ കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്തിട്ട് അതിനാണ് നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോ ഈ ഒരു ഇൻഫ്ലുവൻസ് ഫാക്ടറിൽ പ്രധാനമായി രണ്ടാമത്തെ ഒരു ഫിസിക്കൽ കോണ്ടാക്ച്വൽ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കുക, സോളാർ ടെക്നിക്കൽ ഉപയോഗിക്കുക. ഇപ്പൊ രണ്ടാമത്തത് ഒരു പ്രോസസ്സിംഗ് ഫാക്ടേഴ്സ് ആണ്. ഇതില് പ്രോസസ്സിംഗ് ഫാക്ടേഴ്സിൽ നമ്മളൊരു ക്ലയന്റിന് മുമ്പിൽ എങ്ങനെയാണ് ഒരു സെഷൻ ആരംഭിക്കേണ്ടത്, അതിൽ എന്തൊക്കെ അജണ്ടകൾ നമ്മൾ സെറ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് ഒരു ക്ലയന്റിന് ആ ഒരു ടെർമിനേഷൻ, അതായത് ക്ലയന്റ് സെഷൻ നമ്മൾ അവസാനിപ്പിക്കേണ്ടത്, ഒരു പ്ലാൻ, ഈ ഒരു ക്ലയന്റിന് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഏതൊരു തെറാപ്പിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നത് നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായെടുക്കുക എന്നുള്ളതാണ് പ്രോസസ്സിംഗ് ഫാക്ടറിൽ പറയുന്നത്. ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ നല്ലൊരു ലെസൺ പ്ലാൻ ഉണ്ടാക്കുമല്ലോ. ആ ക്ലാസ്സിൽ എന്തൊക്കെയാണ് വേണ്ടത്, ഇന്നത് കുട്ടിയെ പഠിപ്പിക്കണം, അതേപോലെ. അപ്പൊ നമുക്കൊരു ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു, താൽക്കാലികമായി MSc റിപ്പാർട്ട് പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസ് എടുക്കുന്നു, കാര്യങ്ങളൊക്കെ ഏകദേശം അയാളെ പ്രയാസങ്ങളൊക്കെ താൽക്കാലിക ആശ്വാസത്തിനായി റിലാക്സേഷൻ മെത്തേഡോ എന്തെങ്കിലും കൊടുത്ത് നമുക്ക് എന്താണ് അയാൾ പ്രശ്നം അനുസരിച്ച് കൊടുക്കാൻ മാക്സിമം കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ സെഷൻ വരുമ്പോൾ നമുക്ക് എന്താണ് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ ക്ലയന്റിന് ഇന്ന രീതിയിൽ കൊടുക്കണം, ഇന്ന ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്, ഇന്ന ആക്ടിവിറ്റീസ് ആണ് ഓരോ സെഷനിലും കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോ
ഇതിൽ വരുന്ന സമയത്ത് കൗൺസിലിന്റെ റോള് എന്ന് പറയുന്നത് നമ്മളെ തെറാപ്പിസ്റ്റിന്റെ റോള് എന്നത് എന്താണ് അവര് എക്സ്പെക്ട് ചെയ്യുന്നത്, ഈ ഒരു ക്ലയന്റ് നമ്മളോട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് ധാരണ വേണം. നമ്മളിൽ നിന്നും എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോ അതിനെന്താണ് നമ്മൾ കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കേണ്ടി വരും. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്, നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും കൺസെന്റ് ഫോമിൽ സൈൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ടോ? ഇതിൽ ആരെങ്കിലും നിങ്ങളെ കയ്യിൽ കൺസെന്റ് ഫോം ഉണ്ടോ? നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു നിയമപരമായി എത്തിക്കലായിട്ട് ലീഗലി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കൺസെന്റ് ഫോം. ഗൂഗിളിൽ അടിക്കുക കൺസെന്റ് ഫോം എന്നുള്ള ഒരു ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ ഒരു ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് പ്രിന്റ് ആയിട്ട് എടുത്തു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, കൺസെന്റ് ഫോം എന്താണ് കറക്റ്റ് ആയിട്ട് അവരെ കൊണ്ട് വായിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഉള്ളൂ, കാരണം അത് വായിച്ചിട്ട് അവരെ കൊണ്ട് സൈൻ ചെയ്ത് വെക്കണം. ഇതെന്തിനാണ്? ഇത് പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ ഈ ഒരു ക്ലയന്റിന്റെ അടുത്ത് നമ്മൾ വന്നിട്ടുണ്ട്, ഈ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്താണ് അല്ലെങ്കിൽ ഈ ഒരു കൗൺസിലറുടെ അടുത്താണ് അയാൾ പോയിട്ടുള്ളത്. അപ്പോ ഈ ഒരു കേസുമായിട്ട് ചിലപ്പോൾ ആ ക്ലയന്റ് ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാവില്ല, നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ഒന്നും അയാൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മാറ്റമില്ലായിട്ട് എന്ത് ചെയ്യും, ഇയാൾ അടുത്ത ആളെടുത്ത് പോകും. പ്രത്യേകിച്ച് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരണം. എന്തെങ്കിലുമൊക്കെ കുടുംബത്തിലൊക്കെ പ്രത്യേകിച്ച് ഈ പ്രശ്നം, കുടുംബത്തിലും പ്രശ്നങ്ങൾ, പുറത്തും പ്രശ്നങ്ങൾ, എല്ലാത്ത പ്രശ്നം പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവണം വിചാരിച്ച് വരുന്ന ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യും, നമ്മുടെ അടുത്ത് ഒരു സെഷൻ വരുന്നു, അടുത്ത സെഷൻ വേറെ കൗൺസിലർ, ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പോകും. കാരണം പോകുന്നിടത്തൊക്കെ എന്താണ് ഇവർ കുറ്റം പറഞ്ഞിട്ടാണ് പോവുക. കാരണം എന്റെ കുറ്റം അടുത്ത സെഷനിൽ അയാൾക്ക് ഒന്നും അറിയില്ല, ഞാൻ സാറെ കുറേ സെഷൻ അവിടെ പോയി ഒരു മാറ്റങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോ ഈ ഒരു ഈ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളടുത്താണ് ഈ ക്ലയന്റ് എത്തുന്നതെങ്കിൽ, അപ്പൊ ആ ക്ലയന്റ് നിങ്ങൾ പ്രീവിയസ് ഹിസ്റ്ററി എന്തൊക്കെയാണ് അവിടെ നിന്ന് ചോദിക്കും ആ ഒരു കൗൺസിലർ. അപ്പൊ നോക്കി ഞാൻ ഇന്നയാളടുത്താണ് പോയിട്ടുള്ളത്. അപ്പൊ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺസെന്റ് ഫോം സൈൻ ചെയ്ത ആ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയൊക്കെയാണ്, MSc റിപ്പോർട്ടിൽ ഞാൻ വ്യക്തമാക്കിയ ഹിസ്റ്ററി, പ്ലാനിങ് ഇതൊക്കെയാണ്, ഇൽനെസ് ഇതൊക്കെയാണ്, ആക്ടിവിറ്റി ഇത്രയൊക്കെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, വ്യക്തമാക്കി നമ്മളൊരു ലിസ്റ്റ് നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാൻ. ഇതൊന്നും ചെയ്യാതെ എന്താണ് അവരെ ക്ലയന്റ്, നമുക്ക് എന്ത് തെളിവാണ് ഈ ക്ലയന്റ് അടുത്ത് വന്നിട്ടുള്ളത്? നമ്മുടെ അടുത്ത് തെളിവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ലീഗലി ആയി നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺസെന്റ് ഫോം മസ്റ്റ് ആണ്. നമ്മൾ കൗൺസിലിംഗ് സെന്ററിലോ നിങ്ങൾ വീട്ടിൽ നിന്നാണോ ചെയ്യുന്നതെങ്കിൽ പേഴ്സണൽ സ്കൂൾ കൗൺസിലർ ആണോ, എന്തിനാ കുട്ടികൾ കറക്റ്റ് ആയിട്ട് എന്താ കുട്ടീന്റെ പാരന്റിനെ കൊണ്ടോ അവരുടെ റിലേറ്റഡ് ആയിട്ട് ടീച്ചേഴ്സിനെ കൊണ്ടോ ഒക്കെ എന്താണ് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിക്കണം. എന്നിട്ട് എന്താണ് അത് വേണമെങ്കിൽ അവർക്ക് കൊടുക്കണമെന്നില്ല, അത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനുള്ളതാണ്. അപ്പൊ ഈ ഒരു കൺസെന്റ് ഫോമിൽ കൂടെ സൈൻ ചെയ്യുമ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം തോന്നും. കാരണം എന്റെ ആവശ്യങ്ങളൊക്കെ ഇവിടെ നിറവേറ്റാനും എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകാനും എന്റെ കാര്യങ്ങളൊക്കെ എന്താണ് എല്ലാം ചോദിച്ചറിയാനൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇയാള് ഒന്നുകൂടി വില്ലിങ് ആണ് എന്നൊരു തോട്ട്. കാരണം കൺസെന്റ് ഫോം സൈൻ ചെയ്യുന്നവരെ കൂടി കുറച്ച് അയാൾക്ക് ഒരു കോൺഫിഡൻസ് കൂടും. കാരണം അല്ലാതെ പ്രശ്നം വന്നവിടെ നിങ്ങളുടെ പ്രയാസം എന്താണ് അത് കേട്ട് ഒരു കൗൺസിൽ സെഷൻ അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ഇപ്പൊ രണ്ടാം സെഷൻ വന്നിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതും എന്താണ് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള രണ്ടുപേരും എന്താണ്, ഒരു ക്ലയന്റും തെറാപ്പിസ്റ്റും രണ്ടുപേരും ഒരേ ചിന്താഗതിയോടെ എന്താണ് കുറെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. കാരണം ഈ ഒരു ക്ലയന്റിന് എന്താണ് വേണ്ടതെന്നുള്ളത് ഒരിക്കലും നമ്മൾ ക്ലയന്റിനോട് നിർബന്ധിക്കാൻ പാടില്ല, നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യണം. ചില കാര്യങ്ങൾ നമുക്ക് പറയാം, എങ്കിൽ പോലും എന്താണ് നമ്മുടെ സ്വയം തീരുമാനപ്രകാരം ഒരിക്കലും എന്താണ് അവരെ നിർബന്ധിക്കാൻ പാടില്ല. കാരണം എന്താണ്, നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ, നിങ്ങളെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ക്ലയന്റിനെ കൂടി രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് നിങ്ങളെ പ്രശ്നത്തിന് ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താൽ കുറെയൊക്കെ ഓക്കെ ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നിങ്ങൾ വില്ലിങ് ആണോ എന്നുള്ള രീതിയിൽ എന്താണ് അവർക്ക് നോക്കുക. പിന്നെ എന്താണ് ഒരു സെഷൻ ടൈം ലിമിറ്റ്സ് വ്യക്തമായിട്ട് എത്ര സെഷൻ വേണ്ടി വരും, അല്ലെങ്കിൽ എത്രയാണ് അതിന്റെ ഒരു ഫീസ് സ്ട്രക്ചർ, ഇതൊക്കെ എന്താണ് ചിലപ്പോൾ ഒരു മണിക്കൂറാണ് ഒരു സെഷൻ നമ്മൾ നോർമലായി. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെഷൻ ഒരു മണിക്കൂറും പറഞ്ഞിട്ടില്ല, അപ്പൊ അയാൾ ഒരു തോന്നിയ പോലെ 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞു. പിന്നെ അതേപോലെ അതിനനുസരിച്ച് നിങ്ങൾ തോന്നിയ പോലെ അല്ലെങ്കിൽ നമ്മൾ ഒരു തോന്നിയ പോലെ കാശും വാങ്ങും. അപ്പൊ ഇതിനൊന്നും ഒരു തെളിവും കാര്യങ്ങളൊന്നുമില്ല. വ്യക്തമായിട്ട് പറയാം, ഒരു സെഷൻ 1 മണിക്കൂർ കറക്റ്റ്, 1 മണിക്കൂർ 59 മിനിറ്റ് ആകുമ്പോൾ പറയാം നിങ്ങൾക്ക് 1 മിനിറ്റ് കൂടിയേ ഉള്ളൂ, ഇനി അടുത്ത സെഷൻ അടുത്ത ആഴ്ച ഉണ്ടാവും, അല്ലെ എത്ര ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവും. അപ്പൊ എന്താണ് അവിടെ ഒരു കൺക്ലൂഷൻ എന്താണ് മുൻകൂട്ടി നമ്മൾ കാണും വ്യക്തമായിട്ട്. പിന്നെ അതായത് ഫീസിന്റെ കാര്യം വ്യക്തമായിട്ട് അവരോട് പറയും, ഇത്ര ഫീസാണ് ഒരു സ്ട്രക്ചറിനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് തന്നേ പറ്റൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് അറിയിക്കുക. അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ പിന്നീട് അത് ആ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ഉണ്ടാവും. പല ആളുകൾക്കും
ഒരുപാട് സെഷനിൽ വരാനൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങൾ എന്താണ് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ എന്താണ് പ്രധാനമായിട്ട് എന്ത് പ്രശ്നത്തിനിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള അഡാപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള. അപ്പോ മുമ്പ് നമ്മളോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഒരു സിറ്റുവേഷനിൽ, അതായത് പല ആളുകളും ഈ ഒരു ക്ലയന്റിന് നമ്മളോട് കോപ്പറേറ്റീവ് അല്ല, എന്ത് ചോദിച്ചാലും അവർ പറയുന്നില്ല, കാര്യങ്ങളൊന്നും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ എന്താണ് പ്രത്യേകിച്ച് ഈ അഡോളസൻസ് കേസുകൾ, അതുപോലെ അഡിക്ഷൻ കേസുകൾ, ഈ മദ്യപാനമൊക്കെ പെട്ടെന്ന് നിർത്താനുള്ള അങ്ങനത്തെ ആളുകൾക്കൊക്കെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ മിണ്ടൂല, ഒരു കോപ്പറേറ്റീവ് ഉണ്ടാവില്ല, ഒരു മിണ്ടിയില്ല. അതേപോലെ തന്നെ ആരും നിർബന്ധിച്ച് കൊണ്ടുവന്നതാണല്ലോ മൊബൈൽ അഡിക്ഷൻ, അതേപോലെ തന്നെ ഈ ഒരു ലവ് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുട്ടികൾ, ഇതൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ എന്താണ് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അവർക്ക് കിട്ടാൻ സാധ്യത. അവിടെയുള്ള സാഹചര്യം നമുക്ക് എന്താണ് ഉണ്ടാക്കിയെടുക്കാൻ, അവർക്കൊരു നീഡ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നീഡ്സ് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനത്തെ സാഹചര്യം? ഈ ഒരു ഇപ്പൊ നിലവിൽ അവർ നമ്മളെ പറഞ്ഞിട്ടുള്ള പാരന്റ് ആണോ അല്ലെങ്കിൽ കുട്ടികളാണോ ആരും ആയിക്കോട്ടെ, ആ പ്രശ്നവുമായിട്ട് യാതൊന്നും സംസാരിക്കാതെ അവരുടെ പേഴ്സണൽ ഇൻഡിവിജ്വൽ ആയിട്ട് അവരെന്താണ് പഠിക്കുന്നത്, ഏത് മേഖലയാണ് ജോലി ചെയ്യുന്നത്, ഫ്രണ്ട് സർക്കിൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ടേസ്റ്റുകൾ ഉള്ളത്, ഇതൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അവരോട് ഈ പ്രശ്നബാധിതമല്ലാത്ത കാര്യങ്ങൾ എന്താണ് അൺറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കുക. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവിടെയാണ്. വേണമെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഒരു കുറച്ച് കഥകളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നടന്നു പോകുന്നത് എന്നാൽ അതുമായിട്ട് എന്താണ് പ്രശ്നവുമായിട്ട് യാതൊരു ചോദ്യം. പക്ഷെ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മളുമായിട്ട് ഒരു ചെറിയ റാപ്പപ്പ് ഇതൊക്കെ ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് എന്താണ് ചെറിയൊരു ഗ്രൈഡഡ് ടാസ്ക് പോലെ ആ ഒരു പ്രശ്നത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ മാത്രമാണ് അവർ നല്ലൊരു ഓപ്പണിംഗ്, ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഭാഗത്ത് നടത്തൂ എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ആക്റ്റീവ് ലിസണിങ്. ഈ ഒരു ചോദ്യം അൺറിലേറ്റഡ് ആയി ചോദിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ എന്താണ് ചോദിക്കുന്നതിൽ അങ്ങോട്ട് ഒരു ഫ്രണ്ട് സർക്കിൾ പോലെ സംസാരിക്കുക എന്നുള്ളത്, അവിടെ നമ്മൾ ആക്റ്റീവ് ലിസണിങ് എന്നുള്ളത് വളരെയധികം ഡീപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അവരാണ് എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കാനുള്ള തയ്യാറാണ്. ചിലപ്പോ നമ്മൾ പറയുന്ന അവർ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ പരമാവധി സംസാരങ്ങൾ കുറച്ച് ചില ചോദ്യങ്ങൾ ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യം അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റിങ്സ് ഉണ്ടാക്കി കൊടുക്കുന്നതിനപ്പുറം അവരെ ആവശ്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനിയിപ്പോ ഓക്കെ, ഇനിയിപ്പോ ക്ലയന്റ് ഫാക്ടേഴ്സിൽ വരുമ്പോ നമ്മൾ ഒരു ക്ലയന്റിന്റെ ഭാഗത്തേക്ക് പരമാവധി എന്താണ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ചിലപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ക്ലയന്റ് ചിലപ്പോ നല്ലൊരു സഹകരണം നമ്മളെ ഭാഗത്ത് ഉണ്ടാവില്ല, ചിലപ്പോ നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. അപ്പോ ഈ ഒരു സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ സാധാരണക്കാർ, ചിലപ്പോ നമ്മളൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് നമ്മൾ ഒരു ക്ലിനിക്ക് ഉള്ളതെങ്കിൽ, അപ്പോൾ ഒരു ഗ്രാമപ്രദേശം സാധാരണക്കാർക്കായി ഒരു കൗൺസിലിംഗ് വരുമ്പോൾ അവര് നമ്മളോട് എന്താണ് ചിലപ്പോൾ നമ്മളൊരു ഡോക്ടറായി കാണാം, വലിയൊരാളായിട്ട് കാണാം, പല രീതിയിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് കൊടുത്താലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും. ഇങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ടാവും ക്ലയന്റിന്റെ. അതേപോലെ തന്നെ ഒരു സാധാരണ ഒരു സിറ്റിയിൽ നിന്ന് ഒരാൾ നമ്മളടുത്ത് ഇതേപോലെ വരികയാണെങ്കിൽ അയാൾക്ക് കൗൺസില് ഇതിനെപ്പറ്റി അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ് എങ്കിൽ പോലും എന്താണ് അയാൾ പറയുമോ ഇയാളൊരു പ്രൊഫഷണൽ ഒരു കൗൺസിലർ ആണ് എന്നുള്ള തോട്ട് മാത്രമേ അവിടെ ഉണ്ടാവും. എന്റെ കാര്യങ്ങൾ അവിടെ പറയുക, അതിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുക, തിരിച്ചു പോവുക, ആ ഒരു തോട്ടായിരിക്കും സാധാരണ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്. പക്ഷെ ഇത് നമ്മൾ രണ്ടും തിരിച്ചറിയാനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാവണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കൾച്ചറൽ സോഷ്യോ ഫാക്ടേഴ്സ് ആണ് ഈ ക്ലയന്റിന്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് മാക്സിമം സാധാരണക്കാരെ നമ്മൾ എന്താണ് നമ്മളിപ്പോ സാധാരണക്കാരിൽ നിന്ന് വന്ന ആളുകളുമായി കൗൺസിലർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, പരിപാടി ഉണ്ട്. മാക്സിമം ഇവരെ എൻകറേജ് ചെയ്യുന്നതിന് പകരം മോട്ടിവേറ്റ്, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫിൽ ഈ പ്രശ്നങ്ങളാണുള്ളത്, അതൊന്ന് മാറ്റി നിർത്തുക, അങ്ങനെ പറയുന്ന മാക്സിമം എന്താണ് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ട് എൻകറേജ്മെന്റ് കൊടുക്കുക മുന്നിലേക്കുള്ള ലൈഫിലേക്ക്. ഈ ഒരു എന്താണ് അവർക്ക് എന്താണ് ഒരു സപ്പോർട്ട് എന്ന പോലെ കൈത്താങ് എന്നുള്ള രീതിയിൽ ഈ ചെറിയൊരു പ്രശ്നത്തിന് അല്ലെങ്കിൽ നിങ്ങളിപ്പോ പറയുന്ന പ്രയാസം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, ഞങ്ങളെ എല്ലാവിധ സപ്പോർട്ട്, നിർബന്ധമായിട്ട് ഒരു പുഷിങ് എന്ന മോഡലിൽ നിങ്ങൾക്കറിയാം എൻകറേജ്മെന്റ് മോട്ടിവേഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ. അന്നപ്പോ മാക്സിമം എന്താണ് എൻകറേജ്മെന്റ് കൊടുക്കുക എന്നുള്ളത്. അവിടെ ആകുമ്പോഴാണ് ഈ എൻകറേജ്മെന്റ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു കൗൺസിലർക്ക് ക്ലയന്റിന് അവിടെ മോട്ടിവേഷൻ ആയിട്ട് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന എൻകറേജ്മെന്റ് ആണ് അവർക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ എന്താണ് ചില ആളുകൾ ഉണ്ടാവും സെൽഫ് റെഫേർഡ് ആയി ക്ലയന്റ് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പല ആളുകളുടെ ചിലപ്പോൾ സ്വന്തമായിട്ട് എന്താണ് ക്ലയന്റ് ഈ ഒരു കൗൺസിലിംഗ് വരുന്ന ആളുകളുണ്ട്. അവർക്ക് എന്താണ് നമുക്ക് പെട്ടെന്ന് വലിയ റിസ്ക് ഒന്നും എടുക്കേണ്ട,
ചിലപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവര് പെട്ടെന്ന് ഓക്കെ ആവും. അതേ സമയത്ത് തന്നെ പ്രിഫേർഡ് ക്ലയന്റ് എന്ന് പറയുന്നത് ചില സ്കൂൾ ടീച്ചേഴ്സും ചില കുട്ടികളെ കൗൺസിലിംഗ് പറഞ്ഞേക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി കമ്പനിയുള്ള ആളുകൾ പറഞ്ഞ് മാനേജർ നീ ഒന്ന് കൗൺസിലിംഗ് പോകണം, അല്ലെ വീട്ടിൽ ആരെങ്കിലും നിർബന്ധത്തിന് ആരെങ്കിലും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താണ് രണ്ടും വേർതിരിച്ച് അങ്ങനത്തെ ആ സാഹചര്യം വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കോപ്പറേറ്റീവ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് കൊടുക്കുന്ന ഈ ആക്ടിവിറ്റി അവർ ചെയ്തോണമെന്നില്ല. കാരണം ആരുടെയോ നിർബന്ധ പ്രകാരമാണ് നമ്മൾ അവര് വരുന്നത്. അപ്പൊ അതൊക്കെ ഈ ഒരു കൗൺസിലിംഗ് സെഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ആര് പറഞ്ഞിട്ടാണ് വരുന്നത്, അയാൾ സ്വന്തമായിട്ട് വരുന്നതുള്ള കാര്യങ്ങളാണെന്നുള്ളത്. പിന്നെ ചില ക്ലയന്റിന് ഉണ്ടാവും റെസിസ്റ്റന്റ് ക്ലയന്റ് എന്ന് പറയുന്നത്, ചില ക്ലയന്റിന് ഇമോഷണൽ ആയിട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാവും. ഇമോഷണൽ പ്രയാസം എന്താ, ഞാൻ ഈ കൗൺസിലിംഗ് വന്നതിന് ശേഷം എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുമോ എന്നുള്ള ചില ഒരു ഇമോഷൻ വൈകാരികമായിട്ടുള്ള ഒരു പേടി അവർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ, അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നാൽ എന്റെ ഭാഗത്ത് തന്നെയായിരുന്നു ഇത്രകാലം തെറ്റുണ്ടായിരുന്നത് മറ്റുള്ള ആളുകൾ ചിന്തിക്കും, ഈ ഒരു തോട്ട് ക്ലയന്റിന് ഉണ്ടാവും. അത് നമ്മൾ എന്താണ്, അത് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകും. ഏത് തരത്തിലാണ് ക്ലയന്റിന്റെ മെന്റാലിറ്റി പോകുന്നത്. കാരണം ഈ ഒരു പൊതുവേ നമ്മുടെ കുട്ടികൾക്കിടയിലാണ് ഞാൻ റെമഡിയേഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ബിഹേവിയർ ഇഷ്യൂസ് വരുന്ന കുട്ടികൾ, ചില കുട്ടികളുണ്ടാവും എന്റെ സ്വഭാവം ഇപ്പൊ തൽക്കാലം ഈ പറഞ്ഞ സ്വഭാവം മാറ്റി കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരും ടീച്ചേഴ്സും പാരന്റ് ഒക്കെ വിചാരിക്കും എന്താണ്, ഞാൻ വലിയൊരു എന്തോ തെറ്റ് ചെയ്ത് ഞാൻ മോശക്കാരിയാണ്, തൽക്കാലം ഈ ഒരു സ്വഭാവം മാറ്റണ്ട. അപ്പൊ എന്താണ്, അവർക്ക് ഭയങ്കര വാശിയായിരിക്കും, അവരവിടെ മാറ്റാൻ തയ്യാറല്ല. അപ്പൊ ഇങ്ങനത്തെ നമ്മൾ എന്താണ്, കാരണം ഇത് അവരെ ഇമോഷൻസ് റെഗുലേഷനെ ബാധിക്കുന്ന, കാരണം അവർക്ക് വൈകാര്യം അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ എപ്പോഴാണ് ഇത് പ്രകടിപ്പിക്കേണ്ടത്, ആ ഒരു സമയത്ത് എന്താണ് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, പല പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതും ഈ ഒരു ക്ലയന്റ് ഫാക്ടേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അതേപോലെ തന്നെ കൾച്ചറൽ സെൻസിറ്റീവിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു പലതരത്തിലുള്ള ആളുകൾ നമ്മളെ അടുത്ത് വരും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കാം നമ്മൾ അവരെ മതം നോക്കുക, ജാതി, റിലീജിയൻ, അങ്ങനത്തെ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ വിശ്വാസങ്ങളൊക്കെ നമ്മൾ നോക്കുന്നു. അപ്പോൾ ആ നോക്കുന്ന സമയത്ത് എന്താണ്, അവരെ വിശ്വാസങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ തെറ്റാണ്, ഞങ്ങൾ ഇതൊന്നും കൂടുതലായി വിശ്വസിക്കേണ്ട ആവശ്യങ്ങളില്ല, അതൊന്നും വേണ്ട, തൽക്കാലം അവരെന്താണ് വിശ്വസിക്കുന്നത് അതിനൊക്കെ നമ്മൾ പരിഗണിക്കുക, അതിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആംഗ്യഭാഷ, ചില കേസുകൾ നമ്മൾ CBT ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ട് ആംഗ്യഭാഷ ഉപയോഗിക്കാം. ആംഗ്യഭാഷ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ചില കൾച്ചറിൽ ചിലപ്പോൾ നമ്മൾ വിരലുകൾ, കൈകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോ അതൊരു മോശമായിട്ടുള്ള ഒരു രീതി ഉണ്ടാവും. അപ്പോ അതെന്താണ്, ചിലപ്പോ നമ്മൾ കണ്ണോട് ഇങ്ങനെ കണ്ണോട് കാണിക്കുന്നത് ചിലപ്പോ ഒക്കെ എന്താ, നമ്മൾ എന്താണ് ഈ ഒരു ചിലപ്പോ ക്ലയന്റിന് പറയും നിങ്ങൾ ആംഗ്യഭാഷയിലൂടെ സംസാരിച്ചോളൂ, നിങ്ങളെ പ്രയാസങ്ങൾ എനിക്ക് മനസ്സിലാവും. അപ്പൊ അവര് കാണിക്കുന്ന ആംഗ്യഭാഷ ചിലപ്പോൾ ഒന്നുകൂടി ക്ലാരിഫൈ കിട്ടാൻ വേണ്ടി നമ്മൾ കണ്ണുകൊണ്ടൊക്കെ കണ്ണ് അങ്ങോട്ടും കൊടുക്കും. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണ രീതിയിലേക്ക് വരാനുള്ള സാധ്യത. കാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളെ കൈകൾ ഉപയോഗിക്കുന്നു, നമ്മളെ വിരലുകൾ ഉപയോഗിക്കുന്നു, എന്താണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ചില പല നാടിലും പല വ്യത്യാസങ്ങൾ ഉണ്ടാവും, ചില ഭാഷകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് സംസാരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോട് കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ കൾച്ചറൽ സെൻസിറ്റിവിൽ വരും. പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഉണ്ടാവും തെറ്റായിട്ടുള്ള ഒരു സ്റ്റിഗ്മ ഉണ്ട്. അതായത് കൗൺസിലർ അടുത്ത് പോവുക, അല്ലെങ്കിൽ പിന്നെ ഒരു ചികിത്സകർ കൗൺസിലിങ്ങിന് പോവുക എന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. കാരണം എനിക്ക് എന്തോ ഒരു മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് എന്താണ് ഞാൻ ഒരിക്കലും കൗൺസിലർക്ക് പോകാൻ പറ്റില്ല, അത് പോയി കഴിഞ്ഞാൽ ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കും. ഇങ്ങനെയൊക്കെ പേടിച്ചിട്ടാണെങ്കിലും ആരും അറിയാണ്ട് എന്ത് ചെയ്യും, ഈ നമ്മളെ അടുത്ത് വരും. അപ്പൊ ഇങ്ങനത്തെ ആളുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവർ ഏത് സിറ്റുവേഷൻ ആണ്, അവർ ഏത് പിന്നെ കൾച്ചറിനാണ് വരുന്നത്, സാധാരണക്കാരനാണോ അധ്യാപകൻ എഡ്യൂക്കേറ്റഡ് ആണോ, ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുക. ആ ഒരു അപ്രോച്ച് എപ്പോഴും എന്താണ് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, സംസാരിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോ അതേപോലെ തന്നെ ഒരു തെറാപ്പിസ്റ്റ് കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ ചില ഫാക്ടേഴ്സ് ഉണ്ട്. എമ്പതറ്റിക് ആയിട്ട് പെരുമാറുക എന്നുള്ളതാണ്. അപ്പൊ എമ്പതറ്റിക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ആക്റ്റീവ് ലിസണിൽ ഏറ്റവും കൂടുതൽ എമ്പതറ്റിക് ആണ് വേണ്ടത്, എമ്പത്തറ്റിക് പൂർണ്ണമായ സഹാനുഭൂതി ഉണ്ടായി കൊടുക്കുക എന്നുള്ളത്. അപ്പോ അപ്പോ ഇവര് പറയുന്ന സമയത്ത് നമ്മളോട് പറയാണ്, ഇപ്പൊ അവര് പ്രയാസം പറയുന്ന സമയത്ത് അത്ര ഈ ഒരു പ്രശ്നത്തിൽ ഇത്ര കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയണത്, അപ്പോ ഇതിന് മാത്രം പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ, സോറി ചെറിയൊരു പ്രശ്നം മാത്രമല്ലോ, ഇതിനൊക്കെ ഇങ്ങനെ പിന്നെ അത്രയും വലിയ ഇഷ്യൂ ആക്കി എടുക്കാനുണ്ടോ എന്നുള്ള രീതിയൊക്കെ പരമാവധി ഒഴിവാക്കുക. അവിടെ എന്താണ്, അവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായ ശൈലിയിൽ ഉണ്ടാകാം. നിങ്ങൾ ഇപ്പോ ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ഒരുപാട് സഹിക്കുന്നുണ്ട് അല്ലേ, ഒരുപാട് സങ്കടം ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ഒരു ആങ്സൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേടിയുണ്ടല്ലേ,
എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കുക. കാരണം അവർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അവർക്ക് ഏറ്റവും വലുത് തന്നെയാണ്. പിന്നെ ഒരിക്കലും നോൺ ജഡ്ജ്മെന്റൽ ആയി, കാരണം നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ, നിങ്ങൾക്ക് അയാളെ തൽക്കാലം നിങ്ങൾക്ക് ഒരു ഫാമിലി ഇഷ്യൂസ് ആണെങ്കിൽ തൽക്കാലം അയാളിൽ നിന്ന് കുറച്ച് മാറി നിന്നൂടെ, അങ്ങനെയൊന്നും ഒരിക്കലും ആവരുത്. ആ ഒരു ടോക്ക് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് തന്നെ നമ്മൾ അവരോട് കാര്യങ്ങൾ സംസാരിക്കുക. എന്താണ് ഈ ഒരു എന്ത് പ്രശ്നമാകുമ്പോൾ മാക്സിമം അവർക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്, അവിടെ എന്താണ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നിടത്ത് നമ്മൾക്ക് വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞ ഒരു ധാരണ വേണം. നമ്മൾ ക്ലിനിക്കൽ സെഷനിൽ കൊടുക്കുന്ന സമയത്ത് ഒരു സൈക്കോതെറാപ്പി എന്താണ്, സൈക്കോതെറാപ്പി ഏത് തെറാപ്പിയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്, ഏത് രീതിയിലാണ് കൗൺസിലിംഗ് ചെയ്യുന്നത്, എന്തൊക്കെ ടെക്നിക്കാണ് നമ്മൾ സയന്റിഫിക്കൽ ആയിട്ട് പ്രൂവ് ആയിട്ടുള്ള ടെക്നിക്കുകൾ മാത്രം നമ്മൾ സെഷനിൽ ഉപയോഗിക്കുക. കാരണം ഈ ക്ലയന്റിന് ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടി എവിടെയോ കണ്ട കുറച്ച് ആക്ടിവിറ്റീസ് കൊടുക്കലാണ്. ഇപ്പൊ CBT കൊടുക്കുകയാണ്, അതിന്റെ CBT പറഞ്ഞ ടെക്നിക്സ് കോപ്പി ചെയ്യുക. ഇപ്പൊ DBTയിൽ RBTയിൽ എന്തൊക്കെ ടെക്നിക് അതൊക്കെ പ്രൂവ്ഡ് ചെയ്തിട്ടുള്ളതാ, അതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളും ടൂൾസ് ആണ്. അപ്പൊ അതൊക്കെ എന്താണ് നമുക്ക് പ്രിന്റ് എടുത്തിട്ട് നമ്മളെടുത്ത് വേണം ഏതാണ് തെറാപ്പി നിങ്ങൾ കൊടുക്കുന്നത് അതിന്റെ പൂർണ്ണമായിട്ട് ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതൊക്കെ എന്താണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ഒരു സെൽഫ് അവയർനെസ്, അതേപോലെ ഇമോഷണൽ റെഗുലേഷൻസ്, ഇത് നമ്മളോട് പറയാണ്. അതായത് നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു അവയർനെസ്, ധാരണ ഉണ്ടായിരിക്കണം. ഞാനൊരു തെറാപ്പിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ് കുറേ നമ്മളോട് മുമ്പ് കരയാണ്, അപ്പൊ നമ്മളും അങ്ങോട്ട് പൊട്ടി കരയാണ്. ചില സങ്കടങ്ങൾ വെച്ചപ്പോ മുമ്പൊക്കെ ഞാനൊക്കെ തുടക്കുന്ന സമയത്ത് ഈ ഒരു ക്ലയന്റ് വന്ന് എന്താ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, ഉള്ളിൽ നിന്ന് ഭയങ്കര പൊട്ടലായിരുന്നു. കാരണം ആ സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻ വരുന്നത് എന്താ ഇയാൾക്ക് എന്താ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. കാരണം ആ ഇമോഷനെ നമുക്കൊരു കൺട്രോൾ ചെയ്യാനുള്ളത്. കാരണം പ്രശ്നം വെച്ചപ്പോ ഭയങ്കര ദയനീയായിരിക്കും, നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ, എങ്കിൽ പോലും നമുക്കൊരു സെൽഫ് അവയർനെസ്, ഞാനൊരു തെറാപ്പിസ്റ്റ് ആണ്, ഞാനൊരു കൗൺസിലർ ആണ് എന്നുള്ള ബോധം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കും. ആ ബോധം അല്ലെങ്കിൽ നമ്മൾ ഓരെ പോലെ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് സങ്കടം സഹിക്കാൻ പാനിക് ആവും, ചിലപ്പോൾ കൈയൊക്കെ ഒന്നായിട്ട് വിറക്കും. പിന്നെ അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ക്ലയന്റിന് തന്നെ നമ്മുടെ അവസ്ഥ കണ്ട് പേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെന്താണ് ഈ ഒരു ക്ലയന്റിന്റെ ഒരുപാട് കാര്യങ്ങൾ എന്താണ്, ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുക. CBTയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ CBT പറയുകയാണെങ്കിൽ ആ CBTന്റെ മോഡൽ ഇപ്പൊ സാധാരണക്കാരനോട് മുമ്പിൽ CBTന്റെ മോഡൽ പഠിപ്പിച്ചാൽ ശരിയാവുമോ? ഇല്ല, അയാൾക്ക് എന്ത് മോഡൽ. അപ്പോ അതിൽ നിന്നാണ് നോർമൽ ആക്കി CBT ആണെങ്കിലും അയാളെ ചിന്തകളും മനസ്സിൻ ഫീലിങ്സ് ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ അവരെ ക്ലിയർ ആക്കിയിട്ട് വ്യക്തമായിട്ട് എന്താണ് നല്ലൊരു ഫ്രീ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ കൊടുക്കുക എന്നുള്ളത്. സിമ്പിൾ ലാംഗ്വേജ്, നമ്മുടെ ലാംഗ്വേജ്. നമ്മളിപ്പോ ഞാനിപ്പോ കോഴിക്കോട്ടുകാരനാണ്, അപ്പൊ കോഴിക്കോട് ഞാനിപ്പോ തൃശ്ശൂർക്കാരൻ്റെ ആ ശൈലിയിലും എറണാകുളം ശൈലിയിലൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കിയാൽ നടക്കുമോ? ഇല്ല. അപ്പൊ എന്താണ് എന്റെ ശൈലി എന്താണോ ഉള്ളത് അത് അവിടെ ആ ഒരു രീതി സംസാരം. ഇപ്പൊ ക്ലാസ് എടുക്കുന്നത് ചിലപ്പോ പെട്ടെന്ന് ഈ ഒരു മറ്റുള്ള സ്റ്റേറ്റ് അല്ല ഈ ഒരു ജില്ലക്കാർക്ക് എനിക്ക് മുമ്പ് ഒരു ആരെ പറഞ്ഞ് സംസാരിച്ച് കുറച്ച് ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പൊ എന്താണ് ഞാൻ എത്ര നടക്കുന്നില്ല എനിക്കത്, കാരണം എന്റെ ശൈലി ഇതാണ്, ഞാൻ ഇതാണ് സംസാരിക്കുന്നത് ആരായാലും ആരുടെ മുമ്പിലും. അപ്പൊ ഞാൻ ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ മാറണത്? അപ്പൊ പിന്നെ ഞാൻ തന്നെ തീരുമാനിച്ചു ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ബെറ്റർ എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആ കൗൺസിലിൽ കുറച്ച് പ്രൗഢിയോട് കൂടി ഇരിക്കുക. ഒരു സെഷൻ എടുക്കുമ്പോൾ എന്താണ് ഒന്ന് മാറിക്കുക, ഒരു ശബ്ദം ഗംഭീര്യത്തോടെ കൂടി ആക്കുക, അതൊന്നും വേണ്ട. നമ്മൾ എന്താണോ ഉള്ളത് ആ ഒരു ഫ്രീ പോലെ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു കൗൺസിലർ, ഒരു തെറാപ്പിസ്റ്റിന് ഉണ്ടാവേണ്ടത് തന്നെ ഒരു സെൽഫ് അവയർനെസ് തന്നെ. ഇപ്പൊ സ്വയം ധാരണ ഉണ്ടാക്കുക, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഹോണസ്റ്റി, സത്യസന്ധത, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ജെന്യൂനെസ്, ആത്മാർത്ഥത. ഏതൊരു കാര്യത്തിനും ആണെങ്കിലും കേസിന്റെ കാര്യത്തിലും ലൈഫിൽ ഒരു ആത്മാർത്ഥത ഉള്ളവർ മാത്രമേ മറ്റുള്ള ഒരാളുടെ പ്രയാസങ്ങൾ കേൾക്കാനുള്ള ആ ഒരു എന്താണ് മെന്റാലിറ്റി ഉണ്ടാവും. സ്വയം പ്രശ്നങ്ങൾ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് ഇമോഷൻസും കാര്യങ്ങളും സെറ്റ് ചെയ്യുക, സ്ട്രെസ് ലെവൽ കുറയ്ക്കുക. അതേപോലെ ഇന്റേണൽ ആയിട്ട് നമുക്ക് തന്നെ എല്ലാവർക്കും ഉണ്ടാവും, എക്സ്റ്റേണൽ ആയാലും ഇന്റേണൽ ആയാലും സ്ട്രെസ് ലെവൽ. അപ്പൊ ആ ഇന്റേണൽ സ്ട്രെസ് ലെവൽ എക്സ്റ്റേണൽ ആയിട്ടാണ് സാധാരണ നമ്മളൊക്കെ പുറത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അത് മാത്രം താൽക്കാലികം മാറ്റുക. അപ്പൊ ഒരു കൗൺസിലർ എന്ന നിലയിൽ നമുക്ക് ഇന്റേണൽ ആയിട്ട് ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ക്ലയന്റ് ഡെയിലി കാണുന്നത് കൊണ്ട് ഒക്കെ സ്ട്രെസ് ലെവൽ കൂടും. അതിനൊക്കെ നമ്മൾ എന്താണ് ഒരു ജെന്യൂനെസ്, നമ്മളോട് തന്നെ ഒരു ജെന്യൂനെസ്, ആത്മാർത്ഥത കാണിക്കണം, അതിനൊരു വിശ്വാസത ഉണ്ടായിരിക്കണം. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മാത്രമേ ഒരു കൗൺസിലിംഗ് സെഷനിലേക്ക് പോവാവൂ. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാക്സിമം മനോഹരമായിട്ട് സംസാരിക്കാൻ തന്നെ നമ്മൾ പഠിക്കണം. പിന്നെ പ്രൊഫഷണൽ നോളജ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ആ ഒരു തെറാപ്പി, സൈക്കോ തെറാപ്പി ആണെങ്കിൽ കൗൺസിലിംഗ് ആണ്, വ്യക്തമായിട്ട് അതിനെ പറ്റിയുള്ള നോളജ് അറിയാം. ഏതൊക്കെ ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഏതൊക്കെ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം എന്നുള്ള പ്രൊഫഷണൽ ആയിട്ട്
ഒരു നോളജ് ഉണ്ടാക്കിയ, അല്ലാതെ എന്താണ് അവിടെ നിന്ന് ഒരു ഡിപ്ലോമ കൗൺസിലിംഗ് ഒക്കെ കുറച്ച് ചെറിയ ചെറിയ നോളജ് ഉണ്ട്, നാളെ തന്നെ കൗൺസിലർ ആവാം എന്നുള്ള ഒരു ചിന്ത പാടില്ല. വ്യക്തമായിട്ട് എന്താണ് നമ്മൾ അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കണം. ഒരു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ്, സ്വയം ഒരു കോൺഫിഡൻസ് ലെവലും ആ ലെവൽ എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എന്താണ് ഒരു പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോവാവൂ. ഈ ഒരു കോൺഫിഡൻസ് ലെവൽ എത്തുമ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ മാക്സിമം ഇന്റേൺഷിപ്പ് ചെയ്താൽ തന്നെ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഓക്കെ ആവും. അതിനൊന്നും പ്രയാസമില്ല, സ്കില്ല് നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതേപോലെ തന്നെ എത്തിക്കൽ, ഇതിന് ചില എത്തിക്സ് ഉണ്ട്. അതായത് പിന്നെ നമ്മൾ ചില ഫോളോ അപ്പ് ഒക്കെ ചെയ്യും, ഫോളോ അപ്പും കാര്യങ്ങളും ഫീഡ്ബാക്കും കാര്യങ്ങളും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോ അതില് ബെനിഫിഷ്യൻസ് എന്ന് പറയുന്നത് ക്ലയന്റിന്റെ ഒരിക്കലും എന്താണ് നമ്മൾ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു ഇത്, ഒരിക്കലും നമ്മൾ നിർബന്ധിച്ചിട്ടാവരുത് ക്ലയന്റിന്റെ ജീവിതത്തിൽ അയാൾ മാറ്റം ഉണ്ടാവരുത്. കാരണം നമുക്ക് അയാളെ പ്രശ്നങ്ങൾ എവിടെ നിന്നാ വന്നിട്ടുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കാം. പക്ഷെ ക്ലയന്റ് തന്നെ തീരുമാനിക്കണം എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്, ഈ ഒരു മാറ്റങ്ങൾ എന്താണ് ഇയാളുടെ ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടെ എനിക്ക് മാറാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഉണ്ടാക്കണം. ഒരിക്കലും എന്താണ് ഒരു ആക്ടിവിറ്റിയും പുഷ് ചെയ്യരുത്. പിന്നെ OCD പോലുള്ള കേസുകളൊക്കെ ആണെങ്കിൽ എന്താണ് ഫാമിലിന്റെ മെമ്പേഴ്സിനെ കൂടി നിർബന്ധിപ്പിച്ച് ചെയ്യേണ്ടി വരും. അത് നമ്മളല്ല ചെയ്യേണ്ടത്. കോ തെറാപ്പിസ്റ്റ് എന്നുള്ള ഒരു അസിസ്റ്റന്റ് തെറാപ്പിസ്റ്റിനെ വെച്ചിട്ട്, എന്നാൽ അസിസ്റ്റന്റ് തെറാപ്പിസ്റ്റ് ഇന്ന കാലത്താവൊന്നും ഉണ്ടാവില്ല, ഫാമിലീസ് മെമ്പേഴ്സ് ആയിരിക്കും, അവരെ വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് എക്സ്പോഷർ ചെയ്യിപ്പിക്കുകയാണ്. അല്ലാതെ നമ്മളായിട്ട് അവരെ കൊണ്ട് എന്താണ് ചെയ്യിപ്പിക്കും. പിന്നെ ക്ലിനിക്കിലൊക്കെ എന്താണ് എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അതിന്റെ ആ സീരിയസ്നെസ് ആദ്യം സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും, അത് നിങ്ങൾ ചെയ്തേ പറ്റൂ, അത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെയാണ് നോൺ മാനിഫിഷ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല ഒരു കേസുകളിൽ ഒരിക്കലും അവരെ രഹസ്യങ്ങൾ പുറത്തു വിടാൻ പാടില്ല. നമ്മൾ പലപ്പോഴും എപ്പോഴും പറയുന്ന കാര്യങ്ങൾ അതൊക്കെ സത്യം തന്നെ. എങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ലയന്റ് സൂയിസൈഡ് തോട്ടുള്ള ഒരാളാണ്. അപ്പോ അയാളെ വിവരങ്ങൾ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം. സൂയിസൈഡ് തോട്ടുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ, പാരനോയിഡ്, MPD, അയാൾ എന്താ പറയാണ് എനിക്കൊരാൾ പക വീട്ടാണ്, ഞാൻ അയാളെ കൊല്ലും എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ, വേണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആ ക്ലയന്റിന്റെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളോ അല്ല വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വിളിച്ചിട്ട് പറയാം ഇയാൾക്ക് സൂയിസൈഡ് തോട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇയാൾ ഇന്ന ഒരാളെ ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറയണം. അല്ലാത്ത രീതിയിൽ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോൺഫിഡൻഷ്യൽ ലെവൽ തന്നെ ആയിരിക്കണം. കാരണം ഇവിടെ ഈ ഒരു സൂയിസൈഡ് പറയാതിരിക്കും, നമ്മുടെ സെഷൻ കഴിഞ്ഞു പോയാൽ ക്ലയന്റ് നമ്മളിൽ നിന്ന് അകന്നു പോകും, നമുക്ക് യാതൊരു അറിവും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇയാൾ ആത്മഹത്യ ചെയ്തു പോയാൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. എന്തുകൊണ്ട് ഈ ഒരു തെറാപ്പിസ്റ്റ് ഫാമിലീസ് മെമ്പേഴ്സിനെ അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അയാൾ ഉപദ്രവിക്കാൻ പോകുന്ന മുമ്പ് ക്ലയന്റ് ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് അതിനെപ്പറ്റി അവയർനെസ് കിട്ടി, നോളജ് കിട്ടിയിട്ടുണ്ട്, എന്തുകൊണ്ട് അവരോട് ഷെയർ ചെയ്തില്ല? ഇതൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പൊ ആ സിറ്റുവേഷൻ എന്താണ്, ക്ലയന്റിന്റെ അവസ്ഥ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സൂചന മറ്റുള്ള ഫാമിലീസ് മെമ്പേഴ്സിന് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെയാണ് ഓട്ടോണമി എന്ന് പറയുന്നത്. അടിച്ചേൽപ്പിക്കാൻ പാടില്ല അവരുടെ ഒരു കാര്യങ്ങളും. കാരണം ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റാത്ത ഒരു സാഹചര്യം നിർബന്ധമായിട്ട് ആ തീരുമാനങ്ങൾ എടുക്കണം എന്ന് നമ്മൾ ഒരിക്കലും അവരോട് പറയാൻ പാടില്ല. ക്ലയന്റിന്റെ ഡിസിഷൻ അയാൾക്ക് തന്നെ എന്താണ് പറഞ്ഞ് ഏത് സിറ്റുവേഷൻ ഈ ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതാണ്, ആ തീരുമാനത്തിന് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടത് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവേണ്ടത്. പിന്നെന്താണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്, അവർക്ക് ഏതൊരു ട്രീറ്റ്മെന്റിനും നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണ് ഒരു ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ്. അതായത് ഈക്വൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡിങ് ഫെയർ എന്ന് പറയുന്നത്, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പൂർണ്ണമായും നമ്മുടെ ഒരു അറ്റൻഷൻ അവർക്ക് ഉണ്ടായിരിക്കണം. അല്ലാണ്ട് നമ്മളൊരു ആക്ടിവിറ്റീസ് കൊടുക്കുന്നു, ആ സമയത്ത് നമുക്കൊരു കോൾ വരുന്നു, നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ ഈ പറയുന്ന കാര്യത്തിന്റെ ഇടയ്ക്ക് തന്നെ ഇതും പറഞ്ഞു കൊടുക്കുക, അത് വേണ്ട. ഒരു ക്ലയന്റിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന് വ്യക്തമായിട്ട് ആ ക്ലയന്റിന് പറഞ്ഞ് മനസ്സിലാക്കണം ഇന്ന കാര്യങ്ങളാണ് സെഷനിൽ ചെയ്യാനുള്ളത്, ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യണം, എന്താണ് വ്യക്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതിനുണ്ടാക്കുന്ന നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധ ആ ക്ലയന്റിൽ വരണം. പിന്നെ അതേപോലെ ഫിഡിലിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സത്യസന്ധതയും ഓണസ്റ്റി എന്ന് പറയുന്നതൊക്കെ നമ്മൾ മാക്സിമം എന്താണ് ഒരു വിശ്വാസമൊക്കെ ക്ലയന്റിന്റെ കാര്യത്തിൽ എന്താണ് അത് എപ്പോഴും മെയിൻ്റെനൻസ് ചെയ്ത് പോവുക എന്നുള്ളത്. നമ്മുടെ എപ്പോഴും നമ്മുടെ സത്യസന്ധ അവരെ അറിയിക്കണം എന്നുള്ളതല്ല, നമുക്ക് സ്വയമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന രൂപത്തിലാണ് കൗൺസിലിംഗ് ചെയ്യണത്, ഇതിൽ ഇത്രയും സത്യസന്ധത ഉണ്ട് എന്താണ് മറ്റുള്ള ആളുകൾക്ക് ഒന്നും പ്രവർത്തിക്കാതെ അതിലെന്താണ് വളരെ ഡീപ്പായിട്ട് എന്താണ് ഡയറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ
കോൺഫിഡൻഷ്യാലിറ്റി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ക്ലയന്റിന് മാക്സിമം അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. കോൺഫിഡൻഷ്യാലിറ്റി എന്താണ്, പിന്നെ ഈ ഒരു കൺസെന്റ് ഫോമിനെ പറ്റി ചെയ്യാതെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇന്ന കാര്യങ്ങളാണ് കൺസെന്റ് ഫോമിലുള്ളത്, അത് അവർക്ക് ഇൻഫോർമേഷൻ അവർക്ക് കൊടുക്കുക. കാരണം എന്താണ്, ഇതൊരിക്കലും എന്താണ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഒരു സംഭവം കാരണം അയാളെ സൈൻ ചെയ്യാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ചിലപ്പോൾ നമ്മളെ ഭാവിയിൽ ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ മാക്സിമം എന്താണ് ഒരു കൺസെന്റ് ഫോം തന്നെ സൈൻ ചെയ്ത് വാങ്ങിക്കൊണ്ടു പോവുക, അല്ലെങ്കിൽ വാങ്ങി നമ്മൾ അവിടെ വെക്കുക എന്നുള്ളതാണ്. പിന്നെ അതന്നെ പ്രോപ്പർ ആയിട്ട് എന്താണ് റെക്കോർഡ് കീപ്പ് ചെയ്യുക. പിന്നെ ആത്മഹത്യാ ചിന്ത ഉള്ള ആളുകൾക്കൊക്കെ എന്താണ് കൺസെന്റ് ഫോം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സേഫ്റ്റിയാണ്. അതൊക്കെ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരിക്കലും നേരത്തെ പറഞ്ഞത് ഈ ഒരു റിസ്കി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം എന്താണ് അത്രയും റിസ്കി പേഴ്സൺ ആണെങ്കിൽ മാത്രം എന്താണ് മറ്റുള്ളവരെ അറിയിച്ചാൽ മതി. അത് ലീഗലായിട്ട് നമ്മൾ എന്താണ് റെക്കോർഡിൽ വെക്കുകയും വേണം. പിന്നെ എഴുതി വെക്കുക. MSc റിപ്പോർട്ടിന് പുറമെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി കൺസെന്റ് ഫോമിന്റെ കൂടെ ചിലപ്പോൾ ആഡ് ഓൺ പേപ്പർ ഒക്കെ വെച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ട് നമ്മുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി നമുക്ക് അതൊക്കെ സൂക്ഷിക്കാം. പിന്നെ അതേപോലെ തന്നെ മൾട്ടി കൾച്ചറൽ കോമ്പറ്റൻസി എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. അവരുടെ വിശ്വാസങ്ങളും അവരുടെ രീതി, അവർ വളർന്നു വരുന്ന ആൾക്കാർ ഈ ഒരു ശൈലിയൊക്കെ ഉണ്ടാവും. അത് മാക്സിമം എന്താണ് നമ്മൾ എന്താണ് അതിൽ ഒരു കൗൺസിലിങ്ങിന് ഉപയോഗിക്കുന്ന സമയത്ത് അതൊക്കെ എന്താണ് ഹനിക്കുന്ന രൂപത്തിലാവുക. അതൊക്കെ നമുക്ക് എന്താ ഒക്കെ ശരിയാ, കുറച്ച് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. ഈ ഒരു വിശ്വാസം, ഞാനും ഒരു വിശ്വാസിയാണ്, പക്ഷെ നിങ്ങളെപ്പോലെ എത്ര ഓവർ അല്ല, എന്നാൽ പോലും ഞാനും ഈ ഒരു ലോകത്ത് ജീവിക്കുന്നു, എനിക്ക് പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഇതായിരിക്കാം എനിക്ക് തോന്നുന്നു. അപ്പൊ കുറച്ച് ഈ ഒരു വിശ്വാസപരമായിട്ട് കുറച്ച് ആരാധന കുറച്ചാൽ കുറച്ച് നമുക്ക് കുറച്ചുകൂടെ എന്നൊക്കെ വേണമെങ്കിൽ അവരോട് ചോദിക്കാം. അല്ലാതെ എന്താണ് അത് പെട്ടെന്ന് തന്നെ നിർത്തിക്കളയുക എന്നുള്ള ആ ഒരു ഇതിലേക്ക് പോകരുത്. പിന്നെ അതേപോലെ തന്നെ ഇതില് അവോയ്ഡിങ് ബയാസ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത് അവർക്ക് നിലവിൽ ഉണ്ടാവുന്ന മുൻധാരണ, അതായത് ഒരുപാട് ബയാസസ് അവർക്ക് ഉണ്ടാവും. ഒരു കൗൺസിലിംഗ് സെഷനിൽ വരുന്ന സമയത്ത് എന്റെ കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് മൂടി വെച്ചാൽ ഇനി ചിലപ്പോൾ പിന്നീട് എപ്പോഴും ആരെങ്കിലും ഈ കൗൺസിൽ അറിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അങ്ങനത്തെ കാരണങ്ങളൊക്കെ ഇവർക്ക് ഒരു മുൻധാരണയും തെറ്റിദ്ധാരണയും ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ക്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് അവരോട് ചോദിക്കുക, എന്തെങ്കിലും നേരത്തെ പറഞ്ഞ ചോദ്യം, നീ എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രയാസത്തിനിടയ്ക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ആരുടെ ഭാഗത്തു നിന്നാണ് പ്രയാസങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത്, ഡെയിലി ലൈഫിൽ എന്തൊക്കെയാ ബുദ്ധിമുട്ടുള്ളത് എന്നൊക്കെ എന്താണ് അവരോട് നമുക്ക് ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ കുറെയൊക്കെ നമുക്ക് എന്താണ് കുറെയൊക്കെ മാനുഷിക പരിഗണനയൊക്കെ കൊടുക്കാം. ഈ ഒരു കൾച്ചറൽ നോക്കിയിട്ട് ചിലപ്പോൾ പലതരത്തിലും ചിലപ്പോൾ ആളുകളൊന്നും നമ്മൾ പൂർണ്ണമായിട്ട് അവരെ വ്യക്തമായ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ പേര് മാറ്റി പറയും, ചിലപ്പോൾ സ്ഥലം മാറ്റി പറയും, അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് നമ്മൾ പൂർണ്ണമായിട്ട് ഈ ഒരു നമ്മുടെ ആ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ ഫോളോ ചെയ്യുമ്പോൾ സമയത്ത് അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി പറയാണ്. ആദ്യം പറഞ്ഞ പ്രശ്നങ്ങളായിരിക്കില്ല അവസാനത്തിലേക്ക് പറയാം, അല്ലെങ്കിൽ അടുത്ത സെഷനിലേക്ക് പറയാം. അപ്പൊ എന്താണ് മാക്സിമം അവര് ഹ്യൂമൻ റൈറ്റ്സിന്റെ നമ്മൾ മാക്സിമം അവർക്ക് ഒരു ബഹുമാനം കൊടുക്കുക, ഡിഗ്നിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ എന്താണ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ക്ലയന്റിന് ഏറ്റവും നല്ലൊരു മനോഹരമായിട്ടുള്ള സെഷൻ തന്നെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഫൈനലി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുമ്പോൾ നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സെഷൻ നമ്മൾ മാക്സിമം ഉണ്ടാക്കിയെടുക്കുക. ഈ പറഞ്ഞിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ബാക്കി നേരത്തെ നമ്മൾ അല്ലാതെ സ്കില്ലുകളൊക്കെ ഒരുപാടുണ്ട്. റാപ്പോ ബിൽഡപ്പ് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ ഉപയോഗിക്കാം. അതിന്റെ കൂടെയായിട്ട് ഈ ഒരു 4 കണ്ടസ്റ്റുകൾ, ഫിസിക്കലും അതുപോലെ തന്നെ ഈ ഒരു ക്ലയന്റ് പ്രോസസ്സും അതുപോലെ ഫാക്ടറിങ്, എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ 4-5 കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ട് റിലേഷൻ ബിൽഡിങ്ങും ഗോൾ സെറ്റിങ്ങും ഇന്റർവെൻഷൻ ട്രീറ്റ്മെന്റും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഒരിക്കലും ഒരു ക്ലയന്റിന് എന്താണ് അവരെ ചേഞ്ചസ് വരാൻ വേണ്ടി നമ്മൾ പുഷ് ചെയ്യാൻ പാടില്ല. അവരുടെ താല്പര്യപ്രകാരം മാത്രമേ എന്താണ് ചേഞ്ചസുകൾ വരുത്താൻ പറ്റൂ. അല്ലാത്ത പക്ഷം എന്താണ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ ഉണ്ടാവും. ഞാനെങ്ങാനും മാറിപ്പോയാൽ ഞാൻ ഈ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഈ ഒരു ചുറ്റുപാടിൽ മോശക്കാരിയായി മാറും, അതുകൊണ്ട് മാറണ്ട എന്നുള്ള ചിന്തകളൊക്കെ അവർ വരും. ഇതൊക്കെ തുടക്കത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സാർ താങ്ക് യു. ഇപ്പൊ പറഞ്ഞ ലാസ്റ്റത്തെ കാര്യല്ലേ, അത് ഒരു ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്ന ക്ലയന്റിന്റെ കാര്യമാണോ പറഞ്ഞത്? അതും അങ്ങനെയും വരാം. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് അതും ഉപയോഗിക്കാം. എങ്ങനെയാണ് അവർ ആ ഒരു സിറ്റുവേഷൻ നമ്മളോട് പെരുമാറി കോപ്പറേറ്റീവ് അല്ലാത്ത ഡിഫൻസ് മെക്കാനിസം തന്നെ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ആ ഉപയോഗിക്കുന്ന ശൈലി എന്താണ് ഒരിക്കലും പുഷ് ചെയ്യുന്ന രൂപത്തിലാവരുത് എന്നുള്ളതേ ഉള്ളൂ.
ആ അപ്പൊ അവരാ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടെത്തണ്ടേ ശരിക്കും? അതെ, പ്രോബ്ലം കണ്ടെത്തണമല്ലോ. അതിനാണ് നമ്മൾ MSc റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തുടക്കത്തിൽ തന്നെ. ആദ്യം നമ്മൾ വന്ന സമയത്ത് നമ്മൾ MSc റിപ്പോർട്ടും കാര്യങ്ങളും ഈ കൺസെന്റ് ഫോമും ചെയ്യുന്നു. ആൾക്കൊരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ കൗൺസിൽ സ്കില്ലിൽ എല്ലാ സ്കില്ലും നമ്മൾ മാക്സിമം അയാൾ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്ന രീതി നമ്മൾ സംസാരിക്കുക. ആ സംസാരിച്ച ശേഷമായിരിക്കണം നമ്മൾ ഈ ഒരു പ്രയാസത്തിലേക്ക് കടന്നു പോകേണ്ടത്. സർ വേണുഗോപാലൻ സാർ ഒന്ന് ഹാൻഡ് പൊക്കിയിരുന്നു. സാർ എന്താ പറയുന്നുണ്ടോ? അതെ അതെ, പറയാം. ഈ ഓഡിയൻസിന് ചിലർക്ക് മാത്രമേ എന്നെ അറിയത്തില്ലായിരിക്കും. ഞാൻ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. ഞാൻ അമേരിക്കയിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ദ റീസൺ ഞാൻ ഈ കൈബുക്ക് ചെയ്യാൻ കാരണം, നിങ്ങൾ ഷെയർ ചെയ്ത ഈ പോയിന്റ്സ് എല്ലാം ഈ ഇരിക്കുന്ന 10-31 പേര് കേട്ടിട്ടുണ്ട്. എല്ലാവരും അതിനെ നന്നായിട്ട് മസ്റ്റ് ലേൺ ഇറ്റ് ബൈ ഹാർട്ട്, എന്നിട്ട് അതിനെ അപ്ലൈ ചെയ്യണം. ഈ നോളജ് ഇസ് നോട്ട് പവർ അൺലെസ് യു അപ്ലൈ ഇറ്റ്. ഇവിടെ ഞാൻ ആശുപത്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ബൈ വെർച്യൂ ഓഫ് ദാറ്റ് ഡെസിഗ്നേഷൻ കൗൺസിലിംഗ് ഈസ് എ മസ്റ്റ് ആണ്. പേഷ്യൻസിന് എന്തെല്ലാം കൗൺസിലിംഗ് കൊടുക്കണം? വരുന്നതെല്ലാം ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ്, മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, എമോഷണൽ ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പോൾ അതിൽ ഞാൻ ഇത് പണ്ടേ ഒരുപാട് വായിച്ച് മനസ്സിലാക്കിയ കാരണം ആ പറഞ്ഞ ആദ്യത്തേത് ഒരെണ്ണം ചെയ്തത്, ഒരു ബാരിയറും പാടില്ല പേഷ്യന്റിനും ആ ഡോക്ടർക്കിടയിൽ, അതുപോലെ നിങ്ങൾ കൗൺസിലർക്കും ക്ലയന്റിനും ഇടയ്ക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്റ്റൻസ്, ഐ ഓൾവേസ് യൂസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഡിസ്റ്റൻസ് ഒരു 3 അടിക്കും 5 അടിക്കും ഉള്ളിൽ നിർത്തും രോഗിയുമായിട്ടുള്ള ഡിസ്റ്റൻസ്. അതെ, നമ്മൾ ഈ ഒരു കൗൺസിലിംഗ് 90 ഡിഗ്രീസ് ആണ് അത് പറയാ. സാധാരണ സാറ് വിദേശത്തല്ലേ, അപ്പൊ സാറിന് അറിയാം ഒരു ക്ലയന്റ് വന്നിരിക്കുമ്പോ ഒരു പേഷ്യന്റ് വന്നിരിക്കുമ്പോ എത്ര ഡിഗ്രി ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത്, ഇനി ഞാൻ ചെയ്ത കുറെ കാര്യം പറയാം, പറഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യാം. ഇവിടെ ഇതിനൊന്നും ഇതെല്ലാം ഉണ്ട്. ഇവിടെ മിക്കവരും അതിനെ ദേ ഡോണ്ട് പേ അറ്റൻഷൻ. ഞങ്ങൾ 14 ഡോക്ടേഴ്സാണ്, 14 ക്ലിനിക്കാണുള്ളത് ഇവിടെ. അതിൽ ഞാൻ മാത്രമാണ് ആദ്യം വന്നോടം തന്നെ ആ റൂമിൽ ജോയിൻ ചെയ്ത ഉടൻ തന്നെ എൻ്റെ റൂമിലെ ഫർണിച്ചറിന്റെ ലേ ഔട്ട് എല്ലാം മാറ്റി. മറ്റേതെങ്ങനെ വെച്ചാൽ ഡോക്ടർ ഇരിക്കും, ഡോക്ടറുടെ ഫ്രണ്ടില് ഡെസ്ക്ടോപ്പ് ഉണ്ട്, പേഷ്യന്റ് അവിടെ ബാക്കിലാണ് ഇരിക്കുന്നത്, പേഷ്യന്റും അല്ലെ ഫാമിലി മെമ്പേഴ്സും. എന്നിട്ട് സംസാരിക്കുന്നത് പേഷ്യന്റ് മുഖത്ത് നോക്കിയിട്ടല്ല സംസാരിക്കുന്നത്, ആ കമ്പ്യൂട്ടർ നോക്കിയിട്ട് സോ വാട്ട് കാൻ ഐ ഡു ഫോർ യു, എനി ന്യൂ പ്രോബ്ലംസ്, ഹൗ ആർ യു ഡൂയിങ്, ഇങ്ങനെ കമ്പ്യൂട്ടർ നോക്കിയിട്ട് സംസാരിക്കുകയാണ്. പേഷ്യന്റ് ബാക്കി ഇരിക്കുകയാണ്. ആ പേഷ്യന്റെ എക്സ്പ്രഷൻസ് ഒന്നും തന്നെ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് പേഷ്യൻസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇവിടെയാണെച്ചാൽ ഓരോ കൊല്ലവും ഒരു റാൻഡമായിട്ട് ഒരു 100 പേഷ്യൻസിന് അവർ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് സർവേ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കും. അതിൽ ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ഡോക്ടർ വാസ് എ ഗുഡ് ലിസണർ, ലിസണിങ് സ്കില്ലിനെ കുറിച്ച്. അതിൽ 1 to 5 സ്കെയിലാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതലായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് വന്നിട്ട് ഇത് വളരെ യു വിൽ ഫൈൻഡ് ഇറ്റ് വെരി യൂസ്ഫുൾ വാട്ട് എവർ ഐ എം ഷെയറിങ്. നിങ്ങളുടെ ഫ്യൂച്ചർ ടോക്സിന് ഇതിനും കൂടെ ചേർക്കാം. അപ്പോൾ അവർ 1 to 5, 1 പൂവർ, 2 ആവറേജ്, 3 ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ് ലിസണിങ് സ്കില്ലിനെ കുറിച്ച്. അതിൽ വെരി ഗുഡ് ആൻഡ് എക്സലന്റ് ആണ് അവർ ലിസണിങ് സ്കിൽ എന്ന് പറഞ്ഞ ഒരു നല്ല മെജോറിറ്റി 80% പേര് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് ബോണസ് ആയിട്ട് ഒരു $1000 കിട്ടും. ബോണസ്. അങ്ങനെ ബോണസ് വാങ്ങിച്ചവൻ ആണ് ഞാൻ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതിന് വേറെ സീക്രട്ട് ഒന്നുമല്ല, ഇതാണ് സീക്രട്ട്. ഈ ബാക്കി എല്ലാവരും ഇങ്ങനെ കമ്പ്യൂട്ടർ നോക്കി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അവർ കേൾക്കുന്നുണ്ട്, പേഷ്യന്റ് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് പേഷ്യന്റിന് ഇയാൾ കേട്ടോ ഇല്ലയോ, ദേ ആർ നോട്ട് ഷുവർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം വന്നവിടെ തന്നെ ലേ ഔട്ട് ചേഞ്ച് ചെയ്തിട്ട് ആ പേഷ്യന്റും ബൈസ്റ്റാൻഡറും ഇരിക്കാനായിട്ടുള്ളത് എൻ്റെ 90 ഡിഗ്രി അപ്പുറത്തായിട്ടാണ് ചെയർ ഇടുന്നത്. ബാക്കിലല്ല, ദൂരെയല്ല, ഡിസ്റ്റൻസ് ഒരു 4 അടി ദൂരത്തിൽ. എന്നിട്ട് ആദ്യം വരുമ്പോൾ തന്നെ തുടക്കത്തിൽ ഇവിടുത്തെ സ്റ്റഡീസ് ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്, വിത്തിൻ 19 സെക്കൻഡ്സ് ഡോക്ടർ ഇന്ററപ്റ്റ് ചെയ്യുന്നു. ഒരു പേഷ്യന്റ് സംസാരിക്കാൻ തുടങ്ങി 19 സെക്കൻഡിനകത്ത് തന്നെ മെജോറിറ്റി ഓഫ് ദി ഡോക്ടേഴ്സ് ദേ ഇന്ററപ്റ്റ്.
അപ്പൊ തന്നെ അവർക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പൊ അത് ഞാൻ വായിച്ചത് മാത്രം എന്ത് ചെയ്തു, ഞാൻ 1 മിനിറ്റ് 1 ഫുൾ മിനിറ്റ് ഞാൻ ഇന്ററപ്റ്റ് ചെയ്തേ ഇല്ല. ഞാൻ ഇങ്ങനെ അങ്ങോട്ടേക്ക് ടേൺ ചെയ്യും, റിവോൾവിംഗ് ചെയർ ആയത് കാരണം നേരെ അങ്ങോട്ട് ടേൺ ചെയ്യും. യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു? അവർ പറയുമ്പോൾ ഞാൻ കണ്ണുകൊണ്ട് ഗിവിംഗ് ദി ഐ കോണ്ടാക്ട്, നോഡിങ് ദി ഹെഡ്സ് ആൻഡ് ഫ്രീക്വന്റ്ലി ഐ സി. അത്രയും പറയുമെന്ന് അറിയാം. ഡോക്ടർ ശ്രദ്ധിച്ചു കേട്ടു, സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് വന്നിട്ട് എൻ്റെ എക്സലന്റ് എന്നൊക്കെയാണ് ലിസണിങ് സ്കില്ലിന് ഇടുന്നത്. അവര് $1000 കിട്ടി, വേറെ ഒന്നും ചെയ്തില്ല, എക്സ്ട്രാ ഒന്നും ചെയ്തില്ല ഇത്. അതുകൊണ്ട് ഇവിടെയും നമ്മുടെ നാട്ടിലും ഇന്നിപ്പോൾ നല്ലൊരു ശതമാനം ഡോക്ടേഴ്സും ഈ പറഞ്ഞ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഈ ഒരു ഐ കോണ്ടാക്ട് നേരെ കൊടുക്കാറില്ല. പിന്നെ എങ്ങനെയാണ് ഒരു റാപ്പോ ബിൽഡ് ചെയ്യുന്നത്? റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈക്കോളജിസ്റ്റ് വിട്ട് അടുത്ത സൈക്കോളജിസ്റ്റ് പോകത്തില്ല. ഈ സൈക്കോളജിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകുന്നതിന് കാരണം റാപ്പോ ബിൽഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇതിനെ പവർ പോയിന്റ് ഇത് എത്രയും പേര് കണ്ട് അവർ കാണാൻ പോലെ അവരതിനെ അപ്ലൈ ചെയ്യണം. ഇത് ആൻ എക്സലന്റ് സെഷൻ കേട്ടോ. വളരെ നന്നായിട്ട് യു മേഡ് ഇറ്റ് വെരി വെരി നന്നായിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ യു എക്സ്പ്ലെയിൻ ഇറ്റ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. റൈറ്റ്, താങ്ക് യു. ഓക്കെ, ഇത് റിലേറ്റഡ് എന്തെങ്കിലും ചോദ്യങ്ങളോ ചോദിക്കാം? നമുക്കൊരു മണിക്കൂർ ആവുന്നേ ഉള്ളൂ, സമയം ബാക്കിയുണ്ട്. സർ, എന്തെങ്കിലും അബ്യൂസ് നേരിട്ട ഒരു കുട്ടി നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെയാണ് നിയമപരമായിട്ട് അത് അറിയിക്കണ്ടേ? നിയമപരമായിട്ട് നമ്മൾ ഒരു ക്ലയന്റ് കുട്ടി അബ്യൂസ് നടന്നു വരുന്നതാണ്, കുട്ടി നമ്മൾ കൗൺസിലിംഗ് ചെയ്തതിന് ശേഷമാണ് ഈ കുട്ടിക്ക് അബ്യൂസ് ഉണ്ട് എന്ന് മനസ്സിലായതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പാരന്റിനോട് ചോദിക്കുക, ഇതിനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ, ഇതിനു മുമ്പ് നടച്ചപ്പോൾ പല പാരന്റ് എന്താണ് പുറത്ത് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, നാണക്കേട് ഇതൊക്കെ വിചാരിച്ചു വരും. അപ്പൊ എന്താണ് എങ്ങനെ ഈ കുട്ടിയെ നന്നാക്കി എടുക്കുക എന്നുള്ളതായിട്ട് ഇവരെ മെന്റാലിറ്റി. അതപ്പോ ആ സമയത്ത് എന്താണ് നമ്മൾ കൗൺസിൽ ഈ കുട്ടിക്ക് ഒരു അബ്യൂസ് നടന്ന മനസ്സിന് ശേഷം നമ്മൾ പോലീസ് കേസ് റിപ്പോർട്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് എന്താണ് നമ്മൾ ആദ്യം ഒരു ക്ലിനിക്കൽ അസസ്മെന്റ് നടത്തണം. ഏതെങ്കിലും ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റിലോ സൈക്കോളജിസ്റ്റിന്റെ ഒരു ഹോസ്പിറ്റലൊക്കെ റെഫർ ചെയ്യുക. എന്നിട്ട് പറയാം ഇങ്ങനെ ഒരു കുട്ടിക്ക് അസസ്മെന്റ്, അത് കൺഫേം ആക്കണം ഈ ഒരു നടന്നിട്ടുണ്ട് എന്ന്. അതിനുശേഷം എന്താണ് ലീഗലായിട്ട് തന്നെ പോവുക, പോലീസിനെ അറിയിക്കുക. അവ എവിടെയാണോ ഗവൺമെന്റ് പരമായിട്ട് എന്തൊക്കെയോ നമുക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അതിലൊക്കെ റിപ്പോർട്ട് കൊടുക്കുക എന്നാണ്. പക്ഷെ പാരന്റ് ഇതിന് വില്ലിങ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു കേസ് നമ്മൾ റിപ്പോർട്ട് നമ്മളായിട്ട് സ്വയം കൊടുക്കും എന്ന് അവരോട് പറയണം. കാരണം എന്താണ് ഈ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോ ഈ കുട്ടി അവര് വേറെ കൗൺസിലർ അടുത്ത് പോകും, ഷുവറാണ്. ചിലപ്പോൾ അയാൾ ചിലപ്പോൾ എന്താണ് ഈ ഒരു ട്രീറ്റ്മെന്റ് മാറ്റിയും കൊടുക്കും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്താണ് ഈ അബ്യൂസ് വീണ്ടും കുട്ടിക്ക് മനസ്സിൽ ചിന്തകൾ വരും. ചിലപ്പോൾ 2-3 വർഷങ്ങളായിപ്പോ കുറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം വീണ്ടും വരുന്ന സമയത്ത് ആരാണ് ഫസ്റ്റ് കൗൺസിലർ അടുത്ത് പോയിട്ടുള്ളത്, ഇവിടെ നമ്മളെടുത്ത് വരും. അപ്പൊ മുമ്പ് ഈ ഒരു പ്രശ്നം നടന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ കുറെ വർഷങ്ങളാണ് വെച്ച് തള്ളിക്കളയേണ്ട, അതൊക്കെ അപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ്. കുറെ വർഷങ്ങൾ മുമ്പ് നടന്ന കേസ്. ഇപ്പൊ അടുത്ത ആൾ ഒരു കൗൺസിലർ പിടിച്ച് അടുത്ത കാലത്ത് ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു കേസിലൊക്കെ പെട്ടിട്ടുണ്ട്, നമ്മളെ കേരളത്തിലല്ല. അപ്പൊ അതേപോലെ നമ്മൾ എന്തൊരു അബ്യൂസ് കറക്റ്റ് ആയിട്ട് അതിന്റെ റിപ്പോർട്ട് നമ്മൾ എഴുതി വെക്കുക, അതേപോലെ തന്നെ അറിയിക്കേണ്ടവർ അറിയിക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഒരു കാരണം പാരന്റ് എന്ത് പറഞ്ഞാൽ നമ്മൾ അതിന് വീഴാൻ പാടില്ല. കാരണം നമ്മൾ ലീഗലായിട്ട് നമ്മൾ പഠിച്ച എത്തിക്സ് ആ കാര്യത്തിൽ എന്തായാലും നിങ്ങൾ ബാക്കി എന്തിനും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാം. പക്ഷെ ഈ അബ്യൂസും ട്രോമയൊക്കെ ഉള്ള കേസുകൾ എന്താണ്, നമുക്ക് ഇതാണ് അബ്യൂസ്, ഇതാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കുട്ടികളുടെ കേസിൽ നമ്മൾ പറഞ്ഞ കേസാണ്, കേസ് കൊടുക്കുക തന്നെ വേണം. കാരണം എന്താണ് ഈ കുട്ടിക്കൊരു അവിടെ എന്താണെന്ന് അറിയോ, അവിടെ അയാളെ പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അവിടെ ഒരു ഇന്റർവെൻഷൻ കൂടി പ്ലാനിങ് ഉണ്ട്. നമ്മളൊരു അബ്യൂസ് ചെയ്ത കേസിൽ കുട്ടീനെ അറസ്റ്റ് ചെയ്ത് കുട്ടിക്കൊരു ധാരണ ഉണ്ട്, എന്നെ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്ക് ശിക്ഷ കിട്ടി. ആ ശിക്ഷ കിട്ടി കുട്ടി അറിയാണ്, അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ മറ്റു തരത്തിൽ അയാളെ ഉപദ്രവിക്കുകയാണ്, അല്ലെ മറ്റു തരത്തിൽ അയാളെ കൊണ്ടുപോവാണ്. കുട്ടി അറിയുന്ന സമയത്ത് ആ കുട്ടിക്ക് മനസ്സിലൊരു ധാരണ വരും, എന്നെ ശിക്ഷിച്ച ആള് അല്ലെ ഉപദ്രവിച്ച ആള് ഓൾറെഡി ശിക്ഷിക്കപ്പെട്ടു. അതിൽ നിന്ന് കുട്ടിക്ക് ഒരു മാനസികമായിട്ട് നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഇപ്പൊ അടുത്ത കാലത്ത് ഒരു 3-4 വർഷം മുമ്പ് ഒരു കേസ് ഞാൻ തന്നെ അറ്റൻഡ് ചെയ്ത കുട്ടിയുടെ
അപ്പൊ പാരന്റ് സംഭവിച്ചിട്ടില്ല. ഞാൻ മുമ്പ് ഏതോ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സംഭവിച്ച കേസിൽ എന്താണ്, കുട്ടി ഈ പറഞ്ഞ ഭയങ്കരമായ ട്രോമ, ക്ലാസ്സിൽ പഠിക്കാനിരിക്കുന്ന മറ്റുള്ള കുട്ടികളെ സെക്ഷുവലായിട്ട് ഉപദ്രവിക്കുക, പിന്നെ കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, പലതരത്തിലുള്ള കുട്ടിക്ക് അതിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസ് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അബ്യൂസ് ആണെന്ന് മനസ്സിലായി. ആ അബ്യൂസ് എന്താണ്, പാരന്റ് മുൻകൂട്ടി അറിയാൻ, കുട്ടി പലതവണ വീട്ടിൽ പറഞ്ഞതാണ് കേസ്. അപ്പോൾ പാരന്റ് കുടുംബത്തിൽ തന്നെ ഒരാളാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പോഷർ തെറാപ്പിയും കൊടുത്തു തന്നെ പറയാം. പബ്ലിക്കായിട്ട് അയാൾ ഈ ഒരു കേസ് നമ്മൾ അവരെ ഈ ഒരു പാരന്റിന് സൈക്കോളജിസ്റ്റ് കൊടുത്തു, കുട്ടിയുടെ ഫ്യൂച്ചർ ആണ്. അപ്പോൾ ആ കുട്ടീനെ എന്താണ് ഇയാളെയും വലിച്ച് പോലീസിനൊക്കെ വിളിച്ചു വരുത്തി ആ കുട്ടീനെ കൊണ്ട് അയാളെ മുഖത്തടിപ്പിച്ചു എന്നാണ്. മുഖത്തടിപ്പിച്ചു. കാരണം എന്താണ്, എന്നിട്ട് അതിനുശേഷം എന്താ കുട്ടിയുടെ ആ ഒരു, കാരണം ഇതിനൊക്കെ നമ്മൾ വെൽ പ്ലാൻഡ് ആയി ഇങ്ങനെയൊക്കെ സംഭവം അവിടെ വരും, പോലീസിനെ അറിയിക്കണം, പോലീസ് വന്നു, അതിനുശേഷം മാത്രമേ കൊണ്ടുപോകും. അതിനുശേഷമാണ് ഈ കുട്ടി റിക്കവറി ആയിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് എന്തോ കുറച്ച് ക്യാഷ് ലാഭമോ, നമുക്ക് മറ്റുള്ള പ്രൊമോഷനും കാര്യമൊക്കെ വിചാരിച്ചിരുന്ന കേസ് മനസ്സിൽ വെച്ചെന്താ, നമുക്കത് തട്ടിക്കളയരുത്. ഇങ്ങനത്തെ അബ്യൂസ് വന്ന് കറക്റ്റ് ആയിട്ട് തന്നെ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്കുക, അല്ലാണ്ട് പിന്നീട് നമ്മൾ അനുഭവിക്കേണ്ടിട്ട് ഇതിനേക്കാൾ വലിയൊരു അബ്യൂസ്. ഓക്കെ സർ. നിസവ്ജി, ഞാൻ പറയാം. ആ ബീനാജിയുടെ അതിന് ഞാൻ എന്റെ ആയിട്ടുള്ള ഒന്നിട്ട് പറഞ്ഞോട്ടെ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. നോ പ്രോബ്ലം. ഇവിടെ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഇത് പറയുന്ന അവിടുത്തെ എനിക്ക് ചില നിയമവശങ്ങൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇവിടുത്തെ എങ്ങനെ വെച്ചാൽ ചൈൽഡ് അബ്യൂസ് ഓർ എൽഡർ അബ്യൂസ്, എൽഡർ സീനിയർ സിറ്റിസൺസ്, മാതാപിതാക്കളെയോ വല്ലവരും, എൽഡർ അബ്യൂസ് എല്ലാം ലീഗൽ ആൻഡ് എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇവിടെ ലീഗലി റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ മാൽ പ്രാക്ടീസിൽ ഞാൻ പിന്നെ കൊടുക്കും. റിപ്പോർട്ട് ചെയ്യണം. അതല്ലാതെ ആ പേരന്റിന്റെ സമ്മതമോ മറ്റവരുടെ സമ്മതമോ ഒന്നും അല്ല ഇവിടെ. ഇറ്റ് ഹാസ് ടു ബി റിപ്പോർട്ടഡ്. ഇറ്റ് മസ്റ്റ് ബി റിപ്പോർട്ടഡ്. ഈവൻ ഇഫ് ദി പാരന്റ്സ് ദേ ആർ നോട്ട് വില്ലിംഗ് ടു, ദി മൊമെന്റ് ഇറ്റ് കംസ് ടു യുവർ അറ്റൻഷൻ, നമ്മൾ അറിഞ്ഞോ, റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതിനിവിടെ എല്ലാ കൊല്ലവും അതിനുള്ള കോഴ്സ് ഞങ്ങൾ എടുക്കണം. 2 മണിക്കൂർ നേരത്തെ ക്ലാസ് എടുത്ത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എവിഡൻസ് കൊടുക്കണം. ചൈൽഡ് അബ്യൂസ് ആൻഡ് എൽഡർ അബ്യൂസ് എൻ്റെ അതുപോലെ അവിടെയും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം റിപ്പോർട്ട് ചെയ്യേണ്ട. അങ്ങനെ തന്നെയാണ് നിയമങ്ങളൊന്നും. പക്ഷെ കൊടുക്കാത്തവരെന്താ അറിയോ, പല ആളുകൾ നമ്മൾ അറിയുന്ന കൗൺസിലേഴ്സ് ഉണ്ട്, അവർ ഫ്യൂച്ചർ പോയിട്ട് കേസുകളുണ്ട്. കാരണം പാരന്റ് ചിലപ്പോൾ അവർ പറയും നാണക്കേടാന്ന്, കുറച്ച് മറയ്ക്കണം, ഇങ്ങനത്തെ കാര്യം പറയാൻ പാടില്ല. അപ്പൊ ഈ ഒരു കേസ് കുറച്ചു കാലം ആ കുട്ടിക്ക് ഒരു ആശ്വാസം ഉണ്ടാവും, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞ് പഠനത്തിന് വീണ്ടും പ്രശ്നങ്ങളാവും. അപ്പൊ വീണ്ടും ഇവരെന്ത് ചെയ്യും, പഴയ ആളെടുത്ത് പോകണ്ട, നമുക്കൊരു പുതിയ കൗൺസിലർ അടുത്ത് പോവാന്ന് അറിയും. അപ്പൊ എന്താണ്, അവിടെ പണി പാളും. അയാൾ കുറച്ച് ലീഗലി ആ എത്തിക്സ് ഒക്കെ നോക്കുന്ന ആളാണെങ്കിൽ അയാൾ വിശദമായിട്ട് ഒരു ക്ലിനിക്കൽ അസസ്മെന്റും MSc റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ട്രോമ ഹീലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ മുമ്പ് ആരായിരുന്നു കൗൺസിൽ ചെയ്ത് അയാൾ അവിടെ പെട്ടോ, പെട്ടു. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്ക്യൂസ്, അവിടെ സാറ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു എക്സ്ക്യൂസ് നമ്മൾ അവിടെ കൊടുക്കണ്ട. കാരണം നമ്മളൊരു കുട്ടിയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരാളെന്താണ് സെക്ഷുവലി ആയിട്ട് മറ്റു തരത്തിൽ ഉപദ്രവിച്ചു. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പലതരത്തിൽ നമുക്ക് നേടാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു ചെറിയ കുട്ടികളെ ഈ ഒരു രൂപത്തിൽ ഉപദ്രവിക്കുക, ഒരാളെയാണ് നമുക്ക് കിട്ടുന്നത്, 100-ൽ ഒരാളാണ് പിടിക്കപ്പെടുന്നത്, അയാൾ എന്താണ് ശിക്ഷിക്കുന്നത് തന്നെ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അത് മറ്റുള്ളവർക്ക് പാഠമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഒരു പേടി ഉണ്ടാവാനെങ്കിലും. അതിനു വേണ്ടി നമ്മൾ എന്താണ്, നമ്മളെപ്പോലുള്ള ആളുകൾ കുറച്ച് പ്രവർത്തിക്കുക തന്നെ വേണം. കിട്ടുന്ന ഇങ്ങനത്തെ കേസ് വന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കുക എന്നുള്ളതാണ്. ഒന്നും ആലോചിക്കേണ്ട, കുട്ടിയുടെ ഫ്യൂച്ചറോ പാരന്റ് പറയുന്നത് എന്താണോ അതൊന്നും നമ്മൾ നോക്കണ്ട. അല്ല, ചിലപ്പോൾ ഈ പാരന്റ്സ് ആയിരിക്കും അബ്യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ പാരന്റ്സ് തന്നെ ആയിരിക്കും അബ്യൂസ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് വീട്ടിലെ വേറെ വല്ല ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, അങ്കിൾ ഓർ ഇതിന്റെയൊക്കെ ഓൺ, ഇവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ ദേ വുഡന്റ് വാണ്ട് യു ടു റിപ്പോർട്ട്. പക്ഷെ റിപ്പോർട്ട് ചെയ്യണം. എന്നുവെച്ചാൽ നിങ്ങളുടെ ബാധ്യത, യുവർ ക്ലയന്റ് ആരാണ്, ആ കുട്ടിയാണ്. നിങ്ങളുടെ ക്ലയന്റ് ആ കുട്ടിയാണ്. ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ആ കുട്ടിയുടെ അച്ഛന്റെ അനുജനാണ് കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടായത്. കാരണം എന്താണ്, ആ കുട്ടി ഇയാളെ കാണുന്നോളും ആ ട്രോമ മനസ്സിൽ കിടക്കുകയാണ്. പിന്നെ കുട്ടി നന്നാവോ? ഇല്ല. കുട്ടിക്ക് പ്രയാസങ്ങൾ ദിവസം കൂടിയുള്ളൂ. അപ്പൊ എന്താണ്, കുട്ടിയുടെ മുന്നിൽ തന്നെ ആ ഒരു ഇന്റർവെൻഷൻ നമ്മൾ പ്ലാൻ ചെയ്തു. അതെ, പിന്നെ അതിനുശേഷം കുട്ടിക്ക് മാറ്റങ്ങൾ വന്നു. അപ്പോൾ അവരെന്താണ്, അവരെ ഫാമിലി പറഞ്ഞത്, ഒരിക്കലും ഞങ്ങൾ നാണം കെടും, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല, അത് നമ്മൾ കേൾക്കണ്ട. നിങ്ങൾക്ക് കുട്ടിയാണോ അല്ലെങ്കിൽ നിങ്ങൾ അനുജനാണോ വലുത് എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. നിങ്ങൾ തീരുമാനിച്ചാലും തീരുമാനിച്ചില്ലെങ്കിലും
ഞങ്ങൾ ഏതായാലും റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് നമ്മളോട് അവര് വഴങ്ങിയത്. അതേപോലെ ആവണം നമ്മൾ. പക്ഷെ സാർ എന്റെ ഒരു ഫ്രണ്ടിനുണ്ടായ കഴിഞ്ഞ വർഷം ഉണ്ടായ അനുഭവം, 13 വയസ്സായ ഒരു കുട്ടിനെ കൊണ്ട് ഒരു ഉമ്മ വന്നതാണ്. കുട്ടിയുടെ പിതാവിൽ നിന്നാണ് സെക്ച്വൽ അബ്യൂസ് കുട്ടിക്ക് നേരിടുന്നത്. പക്ഷെ കുട്ടി ആദ്യം പറയാൻ മടിച്ചിരുന്നു. കുട്ടിനെ നന്നായി കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് കുട്ടി തന്നെ പറഞ്ഞു. പക്ഷെ ഇത് അപ്പൊ ഞങ്ങളടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതെന്തായാലും നിയമപരമായി മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ കേസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിന്റെ ഉമ്മയോട് പറഞ്ഞപ്പോ കുട്ടിന്റെ ഉമ്മ ആദ്യം പോലീസിനെ അറിയിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് ചൈൽഡ് ലൈനിനെ അറിയിക്കാൻ പറഞ്ഞു. ചൈൽഡ് ലൈനിനെ അറിയിച്ച സമയത്ത് അവിടുന്ന് ഈ കുട്ടിന്റെ ഉമ്മനെ നന്നായി കൗൺസിൽ ചെയ്ത് വിട്ടാൽ, അതായത് ഇതൊരു പെൺകുട്ടിയാണ്, ഇതിന് ഭാവിയിൽ ഇത് ദോഷം ചെയ്യും, ഇത് ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് ചെയ്യരുത് എന്ന് പേടിപ്പിച്ച് വിടുക ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ചൈൽഡ് ലൈനിൽ നിന്ന്? അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ അവിടെ ചെയ്തിട്ടുള്ളത്. അത് അവരെ ഭാഗത്ത് ചിലപ്പോ ഈ നമ്മുടെ ഒരു നാടല്ലേ, ഒരു പലതരത്തിൽ ആളുകൾ ഉണ്ടാവുമല്ലോ. ഈ ആളുകൾ എന്താണ് അവരെ ഒരു കോഴിക്കോട് ജില്ലയിൽ നടന്ന ഒരു സംഭവമാണിത്. അതെ അതെ, അതാണ് ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. പരമാവധി നമ്മൾ നമ്മളെ ഒരു സത്യസന്ധന ഓണസ്റ്റി അവിടെ കാണിച്ചാലും നമ്മളെ പോലത്തെ കുറച്ച് തകർക്കാനുള്ള ആളുകൾ നമ്മളെ മുമ്പിൽ ഉണ്ടാവും. അതെ, അപ്പൊ അപ്പൊ എന്താണ് ഞങ്ങൾ പറയും ചെയ്തു. പിന്നെ നമുക്ക് നിയമത്തിന് മുമ്പിൽ നമുക്ക് എന്ത് റോളാ ഉള്ളത്? അവര് തന്നെ അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു വിട്ടു കഴിഞ്ഞാല് പിന്നെ ആ കേസ് എടുക്കണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി. പിന്നെ ആരും വന്നിട്ടും ഇല്ല എന്ന് പറഞ്ഞു. അതെ അതെ, അങ്ങനെ കേസുകൾ നമുക്ക് ഏകദേശം നമ്മളെ കയ്യിൽ നമ്മുടെ സേഫ്റ്റിക്കായിട്ടുള്ള റിപ്പോർട്ടുകൾ വെക്കുക. ഒരു പോലീസിലേക്ക് പറഞ്ഞയച്ചതായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാലോ. നമ്മൾ അവിടെ കഴിഞ്ഞു. ഞങ്ങൾ ഏതായാലും പോലീസിലേക്ക് അയക്കാറ്. ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു എല്ലാ കാര്യങ്ങളും വാട്സാപ്പിലൊക്കെ പിന്നെ അവർക്ക് ഫോൺ ചെയ്ത കോൾ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചോ, കാരണം എപ്പോഴെങ്കിലും നിന്റെ അടുത്തേക്ക് ഈ കേസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാലോ, ഞാൻ ഇതൊക്കെ പറഞ്ഞ തെറ്റതാണ്, പക്ഷെ അവര് സമ്മതിക്കാത്തോണ്ടാണ് തെളിവ് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞു വെച്ചേക്കുവായിരുന്നു. അതൊക്കെ നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യുക, ഒക്കെ നല്ലത് തന്നെയാണ്, നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്കൂളുകളിൽ, അതായത് റെഗുലർ സ്കൂളിൽ, പ്രൈമറി സ്കൂളിൽ തന്നെ പിള്ളേർക്ക് ഒരു സെഷനിൽ ടീച്ചർ പറയും ഇതേപോലെ എന്തെങ്കിലും രീതിയിലുള്ള അബ്യൂസ്, വെർബൽ അബ്യൂസ് ഓർ ഫിസിക്കൽ അബ്യൂസ് ഓർ എമോഷണൽ അബ്യൂസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 911 വിളിച്ചറിയിക്കണമെന്ന്. 911 എമർജൻസി ആണ്, വിളിച്ചറിയിക്കണം. അതുകൊണ്ട് പിള്ളേർ വിളിച്ചറിയിക്കും. 911 വിളിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ എത്തും. അതെ, പിള്ളേർ ആദ്യമേ എംപവർ ചെയ്യാണ്, പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സ്കൂളിൽ തന്നെ. എത്ര സീരിയസ് ആയിട്ട് എടുക്കുകയാണ് അവരിവിടെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. എല്ലാരും ഓക്കെ ആണെന്ന്? ഓക്കെ അല്ലേ? ഓക്കെയാണ് സർ. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നെക്സ്റ്റ് വീക്ക് കാണാം. വെള്ളിയാഴ്ചകൾ ഉണ്ടാവും നമ്മുടെ സ്ഥിരമായി തെറാപ്പി. ഏതെങ്കിലും നെക്സ്റ്റ് വീക്ക് തുടരാം. പിന്നെ ഇതേപോലെ തന്നെ എന്തെങ്കിലും റിലവന്റ് ആയിട്ടുള്ള ടോപ്പികൾ അതിന്റെ ഇടയ്ക്കും വരാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു സോ മച്ച്. Thank you, sir. Good night. താങ്ക് യു സർ. താങ്ക് യു. Thank you, sir. താങ്ക് യു. താങ്ക് യു സാർ. Thank you, sir. താങ്ക് യു.